എന്നെക്കുറിച്ചിട്ടുള്ള അങ്ങയുടെ പദ്ധതിയിലേക്ക് എന്നെ ഉയർത്തണമേ. എല്ലാവരെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ അത് ഒരിക്കലും എത്താൻ പോണില്ല. അടിസ്ഥാനം മനസ്സിലാക്കുക. നിങ്ങൾ പറയണം ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ പറ്റൂ, ഞാൻ ഇങ്ങനെ പോകൂ, ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തം കിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം നടന്നില്ലെന്ന് പറയരുത്. ദൈവമേ, അങ്ങ് എന്താണോ എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത് അതിലേക്ക് എന്നെ നടത്തണമേ, ഇങ്ങനെ എന്നെ പ്രാർത്ഥിക്കണം. നിങ്ങൾ തോന്നും പോലെ ജീവിച്ചിട്ട് തോന്നണെല്ലാം ചെയ്തു കൂട്ടി വെച്ചിട്ട് അവസാനം കർത്താവെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മെസ്സേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെപ്പറ്റിയുള്ള നിൻ്റെ ഉദ്ദേശം, എൻ്റെ വീടിനെ പറ്റിയുള്ള നിൻ്റെ ഉദ്ദേശം, എൻ്റെ മക്കളെ പറ്റിയുള്ള നിൻ്റെ ഉദ്ദേശം അത് സാധ്യമാക്കി തരണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. അതാണ് നമുക്കുള്ള വാഗ്ദത്തം. അപ്പോൾ അതിലേക്ക് നീങ്ങാനായിട്ട് പ്രധാനപ്പെട്ട കർത്താവ് നൽകുന്ന വചനം അതാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യപ്പെടേണ്ടത്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വചനം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വചനം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇതാണ് എൻ്റെ അടിസ്ഥാന വചനം. 2025 അടിസ്ഥാന വചനം എന്ന് പറയുന്നത് ഇതാണ്. 1 പത്രോസ് 2:9. നിങ്ങൾ ആരാണ്? അന്ധകാരത്തിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് പറഞ്ഞു? അന്ധകാരത്തിൽ നിന്ന്, പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, കോട്ടകളിൽ നിന്ന് നിങ്ങൾ പൊട്ടി പുറത്തു വരണം. അതിനുള്ള വചനങ്ങൾ നമുക്ക് തന്നില്ലേ? 40 ദിവസം തന്നു, പല ആവർത്തി നമ്മൾ അതിനെപ്പറ്റി ധ്യാനിച്ചു. 7 ദിവസം ശുദ്ധീകരണ പ്രാർത്ഥനകൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്നു. ഇതെല്ലാം ഇരുട്ടിൻ്റെ ശക്തിയെ തകർത്ത് പുറത്തു വരാനാണ്. ഇതെല്ലാം ഫോളോ ചെയ്ത കുറേ ആൾക്കാർ അതിരിപ്പുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഈസിയാണ്, മറ്റുള്ളവർ മോശമൊന്നല്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കല്. അങ്ങനെ അത്രയും ഫോളോ ചെയ്ത് വന്നവർക്ക് കാര്യങ്ങൾ ഈസിയാണ്. നിങ്ങൾ താഴോട്ട് പോകരുത്, ഇനി പിറകിലോട്ട് പോകരുത്. ആ വന്ന വഴി വിട്ടുകളെല്ലാം പിടിച്ച് മുമ്പിലേക്ക് കയറിക്കൊള്ളാം, എളുപ്പമാണ്. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, പ്രകാശം എപ്പോഴും സന്തോഷമാണ്, പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച ആ ദൈവം പ്രകാശത്തിലേക്ക് വിളിച്ചു. ആ ദൈവത്തെപ്പറ്റി ഘോഷിപ്പാൻ തക്കവണ്ണം ഒരു സാക്ഷ്യം നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്കൊരു വെളിച്ചം വരണം. വെളിച്ചമില്ലാത്ത സാക്ഷ്യം ആർക്കും വേണ്ട. തോറ്റ ഒരു സാക്ഷ്യം ആർക്കും വേണ്ട. ആർക്ക് വേണം തോറ്റവൻ്റെ സാക്ഷ്യം? ജയിച്ചവൻ്റെ സാക്ഷ്യമാണ് വേണ്ടത്. സന്തോഷത്തിൻ്റെ സാക്ഷ്യമാണ് വേണ്ടത്. ഷജിൻ ഇപ്പോൾ പറഞ്ഞ സാക്ഷ്യത്തിൽ, ഷജിന് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യത്തിനകത്ത് തൃപ്തിയായി സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നു, ഉള്ളി തട്ടിയാണ് അത് പറഞ്ഞത്. പറയാനുള്ള സമയക്കുറവുകൾ കൊണ്ട് സരിജൻ അങ്ങനെ പറഞ്ഞു തീർത്തതാണ്. ശരിക്കും അദ്ദേഹം അനുഭവിക്കുന്ന ആത്മീക സന്തോഷം എത്ര വിശാലമാണ്. അതാണ് ഷജിൻ ഒരു വാക്ക് പറഞ്ഞു നിർത്തിയത്. ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. കാരണം എല്ലാ ആഴ്ചയിലും എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഷജിൻ എല്ലാ ആഴ്ചകളിലും സാക്ഷ്യങ്ങൾ എന്നോട് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ യേശു വന്നിരുന്നത് കണ്ട ആളാണ്. കർത്താവിൻ്റെ ഇടപെടലുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: ഒരു കാലത്ത് ഞാൻ ഒത്തിരി ലോകത്തിൻ്റെ സന്തോഷമാണ് വലുതെന്ന് വിചാരിച്ചു, പക്ഷേ അതിനേക്കാളും സന്തോഷം യേശുവിനോട് ചേർന്നപ്പോൾ എനിക്ക് കിട്ടി. അതാണ് പറഞ്ഞു വന്നത്. അതാണ് വെളിച്ചം. ഒരു മനുഷ്യൻ്റെ ഉള്ളിത്തട്ടി വരുന്ന ഭയങ്കരമായ സന്തോഷമാണ് സാക്ഷ്യം. ഒറിജിനൽ ആയിരിക്കണം. അത് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ സാക്ഷ്യത്തിനാണ് വില. അത് നിങ്ങൾ ഘോഷിപ്പാൻ തക്കവണ്ണം അത് ഘോഷിക്കണം. അത് ഘോഷിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ എത്തും? നിങ്ങളെ സന്തോഷത്തിലെത്തണ്ടേ? മനസ്സിലായോ? നിങ്ങളെ പെർഫെക്ഷനിലെത്തണം. സുഖം, ഇവൻ്റെ ദൈവം എന്നെ തൊട്ടു, സന്തോഷം എന്ന് പറയണ്ടേ? അതാണ്, അതിലേക്ക് എത്തണം. ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ നിങ്ങളെ വിളിച്ചവൻ്റെ ആ ഗുണങ്ങളെ ഘോഷിപ്പാൻ, ആ ദൈവത്തെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് നിങ്ങൾ? 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഒരു ജാതിയാണ്, അതിൽ രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. നമ്മുടെ സ്വന്തം ജനം ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളതാണ്, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഈ വർഷം മനസ്സിലാക്കണം. ഇതിനകത്ത് നിങ്ങൾ അത് അറ്റൈൻ ചെയ്യാൻ, അതായത് പ്രകാശത്തിലെത്താനും പ്രകാശത്തിലൂടെ സൽഗുണങ്ങളെ ഘോഷിപ്പാനും അതിനു വേണ്ടി 3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. ഒന്ന് പുരോഹിതന്മാരാണ്, ഒന്ന് രാജാക്കന്മാരാണ്, ഒന്ന് വിശുദ്ധ ജനമാണ്. ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. ഇത് 3 ശ്രദ്ധയോടെ നമ്മൾ പഠിക്കണം. ഒരു വാക്യം ശ്രദ്ധിച്ച്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വചനം. വെളിപാട് 1:6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മെ സ്നേഹിച്ചവനും പാപം പൊക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ, അതിനുശേഷം രാജ്യം, പുരോഹിതൻ എന്നെല്ലാം പറയുന്നു. പറഞ്ഞ 2 കാര്യം ശ്രദ്ധിച്ചേ. നമ്മളെ സ്നേഹിക്കുന്നു, നമ്മുടെ പാപങ്ങൾ പോക്കുന്നു, ആ പാപം പോക്കി നമ്മളെ വിടുവിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ശുദ്ധീകരണ പ്രാർത്ഥന നൽകി. എന്താണ് പറഞ്ഞിരുന്നത്? നിങ്ങളെ വിശുദ്ധീകരണം. പല ആൾക്കാർക്കും ഇതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലെന്നുള്ളതാണ്. വിശുദ്ധീകരണത്തിൻ്റെ സീരിയസ്നെസ് അറിയില്ല. എന്തുകൊണ്ട് വിശുദ്ധീകരണം പറയുന്നു? സാത്താൻ ബന്ധിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ അശുദ്ധി മാറിയേ പറ്റൂ. വേറെ ഒരു ഓപ്ഷനും അതിനകത്ത് പറയാനില്ല. നമ്മൾ വെറുതെ ബന്ധനം അടിക്കാൻ നടക്കും.
വിടുതൽ കിട്ടാൻ നടക്കും, അവിടെ പോരാട്ടമാണ്, ഇവിടെ പോരാട്ടം, അവിടെ പിടിച്ചു വെച്ചു, ഇവിടെ പിടിച്ചു വെച്ചു. ഇതിൻ്റെ എല്ലാ റീസൺ എന്തെന്നറിയാമോ? അതിനകത്തൊരു അഴുക്കാണ്. ആ അഴുക്കാണ്. ഒരഴുക്കിരിക്കുമ്പോഴാണ് സാത്താൻ ഇരിക്കുന്നത്, ഇല്ല ഇരിക്കില്ല, ഒരു സംശയവും വേണ്ട. ക്ലീനായി കിടക്കുന്ന സ്ഥലത്ത് അവൻ ഇരിക്കത്തില്ല. വൃത്തിയായി കിടക്കുന്നെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവാണ്. വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ അശുദ്ധാത്മാവാണ്. അപ്പോൾ വൃത്തിയില്ലാത്ത സാധനം പാപമാണ്. മനസ്സിലാകുന്നു? പാപമാണ്. ഇനി എത്ര വലിയ ബന്ധനമെന്ന് പറഞ്ഞാലും, എത്ര വലിയ പോരാട്ടം എന്ന് പറഞ്ഞാലും, എത്ര പാരമ്പര്യ ശാപം എന്ന് പറഞ്ഞാലും, എത്ര ആഭിചാരം എന്ന് പറഞ്ഞാലും, അത് നിൽക്കാൻ്റെ റീസൺ അഴുക്കാണ്. അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, എനിക്കെന്ത് പാപം, എനിക്കെന്ത് പാപം, ഞാനെന്ത് പാപം ചെയ്തു, എനിക്കെന്ത് തെറ്റുണ്ട്? ഇത് നോർമലി മനുഷ്യൻ്റെ അകത്തുള്ള വരുന്ന തെറ്റായ ചിന്തയാണ്. പാപമില്ലെങ്കിൽ ഇതില്ല, അത്ര വിചാരിച്ചുകൊണ്ടാൽ മതി. നിങ്ങളിൽ പാപമില്ലെങ്കിൽ ഈ ബന്ധനമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് പോരാട്ടമോ പ്രതിസന്ധിയോ ഉണ്ട് കൂടുതലായിട്ട് മനസ്സിലാകുന്നുവെങ്കിൽ അത്രയും കൂടുതൽ അശുദ്ധി നമ്മളിൽ കിടപ്പുണ്ട്. അത് പല രീതിയിൽ കാണും. ഈ പാപത്തിൽ നിന്നുള്ള വിമോചനത്തിനാണ് ശുദ്ധീകരണ പ്രാർത്ഥന 7 ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കാൻ പറഞ്ഞത്. എല്ലാ മനുഷ്യരുടെ അടുത്തേ പറ്റും. നിങ്ങളെല്ലാവരും നിർബന്ധമായി കഴിഞ്ഞ 7 ദിവസം, ഇന്ന് 7 ദിവസം പൂർത്തിയാക്കുന്നു, അതും കൃത്യമായിട്ട് എടുത്തവർ, കൃത്യമായിട്ട് എടുത്ത് പ്രാർത്ഥിച്ച പലരും ഇതിനകത്തുകൊണ്ട് എനിക്കറിയാം. വളരെ നല്ല സാക്ഷ്യങ്ങൾ എന്നോട് പറഞ്ഞവരുണ്ട് ഈ 7 ദിവസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം തൊട്ടതിനെപ്പറ്റി, വിടുതലിനെപ്പറ്റി. പ്രിയമുള്ളവരെ, നിങ്ങൾ പുറമെ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ അകത്ത് ഇരുട്ട് വസിക്കുന്നുണ്ട്. അതിനെ പുറത്താക്കപ്പെടണം. പാപം കഴുകി മാറ്റപ്പെടണം. അശുദ്ധികൾ മാറ്റപ്പെടണം. ഉദാഹരണം, 2 സഹോദരിമാർ എന്നെ 1-ാം തീയതി വിളിച്ചു. ഞാൻ അവരിവിടെ ഇരിപ്പുണ്ടെങ്കിലും ആ സാക്ഷി ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, പുറത്തുള്ള ഒരാളോട് ദേഷ്യപ്പെട്ടു, പുറത്തുള്ള ഒരാളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. അപ്പോൾ ആ സഹോദരി പറയുന്നത്, അങ്ങനെ ആരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല ഇതുവരെയും, പുറത്ത് ആരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ശുദ്ധീകരണ പ്രാർത്ഥനയിലൂടെ കടന്നു പോവുകയാണ്. എൻ്റെ ഉള്ളം കഴുകണമേ, കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഉള്ളം കഴുകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അകത്തുള്ള അശുദ്ധികളെ കഴുകണം. ഇതാണ് പ്രാർത്ഥന അല്ലേ, നമ്മളെല്ലാം പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സഹോദരി പുറത്തുള്ള ഒരാളോട് ദേഷ്യപ്പെട്ടു. ആ സമയത്ത് അറിയുന്നില്ല, പക്ഷേ തിരിച്ച് വേണ്ടി വരുന്ന ഈ കുറ്റബോധം ഉണ്ടാകുന്നു. മാപ്പ് പറയുന്നു, അവരുടെ അടുത്ത് പോയി തെറ്റ് ഏറ്റു പറയുന്നു, മാപ്പ് പറയുന്നു, ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എന്നെ വിളിച്ച് സംസാരിക്കും, കണ്ണുനീരോടെ പറയുന്ന ഒരു കാര്യം, എനിക്കങ്ങനെ പറ്റിപ്പോയി, ആ തെറ്റെനിക്ക് പറ്റിപ്പോയി, അതെ ഞാൻ ആരോടും അങ്ങനെ ചെയ്യാറില്ല, അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മനസ്സിലാക്കണം, അങ്ങനൊരു പ്രശ്നമോ ദേഷ്യമോ ഒന്നും ആരോടും എനിക്കില്ല, അങ്ങനെ ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. പിന്നെ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ ദേഷ്യപ്പെടുമായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു, ഞാൻ എന്തുമാത്രം വലിയ തെറ്റാണ് എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകും. അതായത് സ്വയം നിയന്ത്രിക്കപ്പെടാൻ പറ്റാതെ വണ്ണം ദേഷ്യപ്പെടുകയായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അകത്തിരുന്ന ഒരാൾ പുറത്ത് കാണിച്ചു തരികയാണ്. അതാണ് സങ്കടപ്പെട്ടത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല ആരോടും, പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ ഭാരപ്പെട്ടു, സങ്കടപ്പെട്ടു, ഞാൻ തെറ്റ് ചെയ്തല്ലോ. അതാണ് ഈ നുറുങ്ങിയ ഹൃദയം എന്ന് പറയുന്നത്. ഒരാൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭാരം ഉള്ളി വന്നിട്ട്, അതാണ് കർത്താവ് പറഞ്ഞത്, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരവൻ രക്ഷിക്കും. മനസ്സ് തകർന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തകർന്നിരിക്കുന്നല്ല, അങ്ങനെ വിചാരിക്കില്ല. ചിലർക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് കടന്ന് കരയും, അയ്യോ നുറുങ്ങിയ ഹൃദയം. നുറുങ്ങിയ ഹൃദയം എന്ന് വെച്ചാൽ ഈ കുറ്റബോധം, കർത്താവ് ഞാൻ പാപിയാണ്, അപ്പം അതിൻ്റെ മുമ്പിൽ വരാൻ യോഗ്യതയില്ല കർത്താവ് എന്ന് നുറുങ്ങുന്ന ഹൃദയത്തെയാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനൊരു നുറുക്കമുള്ള ഹൃദയം എന്തുകൊണ്ട് അത് പുറത്തു വരുന്നു? അകത്തിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു നമുക്ക് ആ കുഴപ്പമില്ല, പക്ഷേ ശുദ്ധീകരണം നടന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അകത്തേക്ക് വന്ന് തള്ളിയപ്പോൾ ഇവൻ പുറത്ത് ചാടുകയാണ്. പുറത്ത് ചാടിയ സമയത്ത് ഇത് പുറത്ത് കാണിച്ചു കൊടുത്തു കർത്താവ്, കണ്ടോ? അപ്പം ഭാരം വന്നിട്ട് നുറുക്കം വന്ന സഹോദരി എന്നോട് പറഞ്ഞാൽ, ഞാൻ ഇനി ഒരിക്കലും ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, കാരണം ഇങ്ങനൊരു സാധനം എന്നിലുണ്ട്, എനിക്കിതിൽ ക്ലീൻ ആവണം. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ ആ വ്യക്തിയുടെ ജീവിതം പരിശുദ്ധാത്മ അത്രമാത്രം ഇടപെടുകയാണ്. ഒരു സംശയം വേണ്ട, പൂർണ്ണമായിട്ട് ക്ലീനായിരിക്കും ആ വ്യക്തി, അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതാണ് നുറുക്കമുള്ള ഹൃദയം, അതാണ് മാനസാന്തരം. അതേപോലെ തന്നെ മറ്റൊരു സഹോദരി ഉച്ചയ്ക്ക് ശേഷം 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, എന്നെ ശുദ്ധീകരിക്കണേ, പക്ഷെ ഉള്ളിൽ നിന്ന് വരികയാണ്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരികയാണ്. പക്ഷെ ഇത് കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാവുന്നു നിങ്ങൾക്ക്. ഇത് കണ്ടുപിടിച്ചു, എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ കുഴപ്പമെന്ന് അറിയാമോ? നമ്മൾ ഒരിക്കലും നമ്മൾ അറിയുന്നില്ല നമ്മുടെ അകത്ത് എന്തൊക്കെ ഇരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി നിൻ്റെ ഉള്ളത്തെ സമർപ്പിക്കുന്നത്, അന്നേ നിങ്ങൾക്ക് മനസ്സിലാവും, അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാവും. പ്രിയമുള്ളവരെ, ആ പ്രോസസ്സിലേക്കാണ് നിങ്ങളെ ഈ കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കടത്തി വിട്ടത്. ചിലരൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, വളരെ ആത്മാർത്ഥം. ചിലർക്കൊക്കെ വ്യക്തമായ ദൂതുകൾ കൊടുത്ത് നിങ്ങളുടെ ഉള്ളം ക്ലീൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ ശുദ്ധീകരിക്കുക. നമ്മൾ സോളിനെ പറ്റി വാട്സപ്പിൽ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ഏറ്റവും കൂടുതൽ പൈശാചിക ആത്മാക്കൾ വസിക്കുന്നത് സോളിലാണ്, നിങ്ങളുടെ ദേഹീമണ്ഡലങ്ങളിലാണ്, നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്. ഇതെടുത്ത് കളഞ്ഞാലേ ശുദ്ധിയാവും.
പാപം അവിടെയാണ് ഇരിക്കുന്നത്. അതാണ് യേശു അകത്ത് നിന്നാണ് പാപം വരുന്നത്, അകത്ത് നിന്നാണ് പാപം വരുന്നത് യേശു പറഞ്ഞത്, പുറത്തുനിന്നല്ല. അപ്പോൾ അകം ശുദ്ധമാക്കാത്ത എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിനകത്ത് പൈശാചിക സാന്നിധ്യമുണ്ട്. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ പാപം പോക്കി എവിടെ നിന്ന്? അകത്തുള്ള പക, വിദ്വേഷം, ദേഷ്യം, അസൂയ, മനസ്സിലാവുന്നു? ഇതെല്ലാം അകത്തിരിപ്പുണ്ട്. ഇല്ലാന്ന് വിധിക്കരുത്. ആ പോക്കി തൻ്റെ രക്തത്താൽ വിടുവിച്ച്, അതൊരു വലിയ പ്രോസസ്സാണ് കേട്ടോ, ചെറുത്. അപ്പം ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ് മനസ്സിലായോ? അത്രമാത്രം സമർപ്പിച്ചിട്ടും അകത്തൊന്ന് വന്നു, അത് അകത്തുണ്ട് പാപം, അശുദ്ധാത്മാവ് വസിക്കുന്നു. അന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം നമ്മൾ ഈ കാണുന്നറിയാമോ, എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ. അങ്ങനെ വിടുവിച്ച് കഴിയുന്ന സമയത്ത് അങ്ങനെ ദൈവത്തിന് നമ്മെ പിന്നെയാണ് നമ്മൾ എന്താവുന്നത്? രാജ്യം മീൻസ് ഒരു വലിയ രാജ്യം, സാമ്രാജ്യം, ഒരു രാജാവ്, പുരോഹിതന്മാരാക്കുന്നു. അപ്പം അത് നമുക്ക് തരുന്നൊരു അനുഗ്രഹമാണ്, പാപത്തിൽ നിന്ന് മോചനം. പിന്നെ നമുക്ക് ഈ വാഗ്ദത്തം. മറ്റൊരു വാക്യം 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വചനം. 1 പത്രോസ് 2:5. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അവിടെ പറയുന്നതിനാ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകുന്നു. വിശുദ്ധ ജനമാണ് നിങ്ങൾ, പുരോഹിത വർഗമാണ്. 3 കാര്യങ്ങൾ താഴോട്ട് ഞാൻ പറയാൻ പോകുന്നത്. 3 കാര്യങ്ങൾ. 1 നമ്മൾ 3 അതിൽ ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. ആദ്യം വിശുദ്ധ ജനം, 2 നിങ്ങൾ രാജാക്കന്മാരാണ്, 3 പുരോഹിതന്മാരാണ്. ഈ 3 കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രിസ്തീയ ജീവിതം ജയിക്കാൻ പറ്റൂ. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും. നമ്മൾ ഈ ലോകത്തിലെ വിദ്യാഭ്യാസം, ഈ ലോകത്തിലെ തൊഴിൽ, ഈ ലോകത്തിലെ പണം, ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു ദൈവിക അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് പ്രയാസമാണ്. ചുമ്മാ പല ആൾക്കാരും എന്താ പറയുക, പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നന്നാവുന്നില്ല, എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുക? അതിൻ്റെ കാരണം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. ചുമ്മാ പ്രാർത്ഥിക്കുന്നു, കുറേ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള, ദൈവം കേൾക്കുന്നു, ചുമ്മാ തെറ്റിദ്ധരിക്കുന്നു. ദൈവം ഭാവമാണ്, ദൈവൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞു, ദൈവം കേട്ട് കഴിഞ്ഞു. അങ്ങനെയായിരുന്നു എത്രയോ പാവപ്പെട്ടവൻ്റെ ജീവിതം രക്ഷപ്പെടേനെ, എത്രയോ കരയുന്ന ആൾക്കാരുടെ ജീവിതം എന്നേ രക്ഷപ്പെടേണ്ടതാണ്. എത്രയോ പേര് നമ്മൾ കാണുന്നു. ഇല്ല, തത്വം വിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. ട്രാക്ക് മാറി ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയില്ല. അതൊരു നീതിയാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളെ വിളിച്ചവൻ നിങ്ങളെ തോൽക്കാനല്ല വിളിച്ചത്, ജയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ആ ജയിക്കാനുള്ള തത്വങ്ങൾ കർത്താവ് നമുക്ക് പറഞ്ഞു. നിങ്ങൾ ആരാണ് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയണം. എങ്കിലും മാത്രമേ നിങ്ങൾ ജയിക്കാൻ പറ്റൂ. കാരണം നിങ്ങൾ തലയെടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ അടിച്ച് തകർക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ഈ ലോകത്തുണ്ട്. അവനെ തോൽപ്പിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ജയിച്ചു. ജയിക്കുന്നവൻ ജീവവൃക്ഷത്തിൻ്റെ ബലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ, അല്ലാതെ തോറ്റ് കരഞ്ഞ് നല്ല വിളിച്ച് യാചിച്ച് തരണേ കർത്താവേ ഇങ്ങനെ ഇരുന്ന് അവിടെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. കിട്ടില്ല, സത്യമായിട്ടും കിട്ടില്ല. അങ്ങനെ കരഞ്ഞ് കിട്ടുമായിരുന്നു ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയമാണ്. കരഞ്ഞവർക്കൊന്നും കിട്ടിയിട്ടില്ല. പ്രിയമുള്ള, സീരിയസ്ലി മനസ്സിലാക്കുക, കരഞ്ഞാൽ കിട്ടില്ല. അതൊരു തരം യാചന. കർത്താവ് അങ്ങനെയല്ല പറയാം, മക്കളെങ്കിലും അവകാശികൾ. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ 3 പോയിന്റിൽ നിങ്ങൾ ബലമെടുത്താൽ പൂർണ്ണമായി നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ പർപ്പസിൽ നിങ്ങൾ എത്തിയിരിക്കും. ഒന്നാമത് ഞാൻ പറയുന്നത് വിശുദ്ധ ജനം. ഈ അധ്യായങ്ങൾ നിങ്ങൾ എഴുതിയിടുക. ഇത് നിരന്തരമായി നിങ്ങൾ പഠിക്കണം. നിങ്ങളതിനെ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കണം, ലൈഫാക്കി മാറ്റാൻ പറ്റണം. വിശുദ്ധ ജനം, അതായത് ദൈവം മഹാപരിശുദ്ധനാണ്, പെർഫെക്റ്റ്, ക്ലീൻ, പരിശുദ്ധമാണ്. ആ പരിശുദ്ധി വിട്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അശുദ്ധിയുള്ളൊരു സ്ഥലത്തേക്ക് ദൈവത്തിന് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ പ്രയാസമാണ്. അശുദ്ധിയുള്ള ഒരിടത്ത് നിന്ന് പ്രവർത്തിക്കാൻ പാടാണ്. നിങ്ങളുടെ വീട്ടിനകത്താണെങ്കിലും അശുദ്ധമാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളുടെ നമ്മൾ പുറമേയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പ്രസംഗത്തിനകത്തെല്ലാം സൂചിച്ചു. നിങ്ങളുടെ കണ്ണ് നോക്കണം, നാവ് ശ്രദ്ധിക്കണം, സംസാരങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. നാവ്, കണ്ണ്, പ്രവൃത്തികൾ, ദേഷ്യം, എല്ലാ കാര്യവും പഠിച്ചിരുന്നു. അവസാനം നിങ്ങളുടെ വീടിൻ്റെ വൃത്തി വരെ അവസാനം പറഞ്ഞു നിർത്തി. വിശുദ്ധമാക്കപ്പെടും. കാരണം വിശുദ്ധി ദൈവമാണ്, അശുദ്ധിയിൽ സാത്താനാണ്. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. വിശുദ്ധിയിൽ ദൈവവും അശുദ്ധിയിൽ പിശാചുമാണ്. അപ്പോൾ ആ ഒരു കുറേ കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. പേഴ്സണലി ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയെന്നും. അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ കയറുകയാണ്. വിശുദ്ധി എത്രമാത്രം നിങ്ങൾ കയറി വരുമോ അത്രയും ദൈവ സാന്നിധ്യം ഇറങ്ങി വരും നിങ്ങളിലേക്ക്. നിങ്ങൾ ദൈവസാന്നിധ്യം കൊണ്ട് നിറയും. ഒറ്റ കാര്യം നിങ്ങൾ എടുത്തോ, വിശുദ്ധി എത്ര നിറയുമോ അത്രയും ദൈവത്തിൻ്റെ പവർ, ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ വരും. ഒരിരട്ടിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ അശുദ്ധരാക്കിയിട്ടാണ് സാത്താൻ പ്രവേശിക്കുന്നത്. വിശുദ്ധിയുള്ളിടത്ത് ദൈവം വരില്ല. അപ്പം വിശുദ്ധ ജനം, അതാണ് ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത, വിശുദ്ധ ജനം. ചില വചനങ്ങൾ ശ്രദ്ധിച്ച്, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വചനങ്ങൾ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വചനങ്ങൾ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ
നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. കണ്ടോ, ഇവിടെ വിശുദ്ധ ജനമെന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനമായി പറയുന്ന ഒരു തത്വം എന്താണ്? എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്തവൻ. മനസ്സിലായോ? ഇതാണ് അടിസ്ഥാനം. ദൈവം പറയുന്നത് എന്താണോ അതനുസരിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരാകും. കർത്താവ് എന്താണോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. എങ്ങനെ മനസ്സിലാവും? വേദപുസ്തകം വായിച്ച് ധ്യാനിച്ചത് എടുക്കുക എല്ലാവർക്കും പ്രയാസമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ വചന പ്രസംഗങ്ങൾ കേൾക്കണം. നിർബന്ധമാണ് ഈ കാര്യം. കാരണം വ്യാഖ്യാനവരം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടില്ല ദൈവം. അത് കൊടുത്തവരിൽ നിന്ന് കേൾക്കണം. അത് വ്യക്തമായി വ്യാഖ്യാന വരമുള്ള വ്യക്തികളുടെ വ്യാഖ്യാനങ്ങൾ കേൾക്കണം. അങ്ങനെ പറഞ്ഞാതിരിക്കാൻ പറ്റില്ല. പ്രസംഗങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിൽ വരും. ധാരാളം പ്രസംഗം, ഞാനും നിങ്ങളൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. പക്ഷേ ശരിക്കും കർത്താവ് സംസാരിച്ച് വചനം വ്യാഖ്യാനിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന പ്രസംഗവും അതല്ലാത്ത പ്രസംഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയായ ബോധ്യം കൊടുത്ത് ഒരാളെ കൊണ്ട് പ്രസംഗിപ്പിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വരും. ആ വചനം നിർബന്ധമായിട്ട് കേൾക്കണം. കേട്ടതിന് ശേഷം ഓരോ കാര്യങ്ങൾ 2025 നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരികയാണ്. ഓരോ പ്രാവശ്യം ഒരു വചനം. നമ്മൾ ഇന്ന് തന്നെ ശുദ്ധരാകത്തില്ല ഒരിക്കലും. അങ്ങനെ വിചാരിക്കല്ലേ, ഞാനിപ്പോൾ ഇന്ന് പ്രസംഗിക്കും നിങ്ങൾ വിശുദ്ധരാകും എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ വിശുദ്ധരായി. അങ്ങനെ ആവില്ല, അങ്ങനെ ആവത്തില്ല. വിശുദ്ധിയുടെ ഒരു തലമാണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു തീർത്തെങ്കിൽ വിശുദ്ധ അടുത്ത തലത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഒറ്റ ദിവസം കൊണ്ടാവില്ല, ഒരു മാസം കൊണ്ടാവണമെന്നില്ല, അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഇതൊരു പ്രോസസ്സാണ്. പതുക്കെയാണ്. അശുദ്ധി കൂടുതലുള്ള ആൾക്കാർക്ക് സമയം കൂടുതലെടുക്കും അല്ലേ? അശുദ്ധി കുറച്ചുള്ള ആൾക്കാർക്ക് എളുപ്പമായിരിക്കും. കഴിഞ്ഞ വർഷം ഒരുപാട് ശുദ്ധമായവർക്ക് സംബന്ധിച്ച് എളുപ്പമായിരിക്കാം, പക്ഷേ ശുദ്ധമാകാത്തവരെ സംബന്ധിച്ച് പ്രയാസമായിരിക്കാം. പക്ഷേ അനുസരിക്കാൻ തയ്യാറാവണം. ഇതാണ് നമ്മുടെ ചോദ്യം. കർത്താവ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുകയും നോട്ട് ചെയ്യുകയും അതിനെ ജീവിതത്തിൽ എടുക്കുകയും ചെയ്യണം. മനസ്സിലായോ? പ്രസംഗം കേൾക്കുക. ഇങ്ങനെയാണല്ലേ പ്രസംഗത്തിൽ പറഞ്ഞത്? അതായത് വചനത്തിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വചനത്തിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്, ഇങ്ങനെ ആകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് മുതൽ ഇങ്ങനെ ആകാൻ എന്നെ സഹായിക്കണേ കർത്താവേ. ഇങ്ങനെ ഓരോ പ്രസംഗത്തിനകത്തൊന്നും നിങ്ങൾ എടുത്തിരിക്കണം. ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ ലാഘവത്തോടെ കളഞ്ഞാൽ അതുപോലെ നിങ്ങളെ ലാഘവത്തോടെ ദൈവം കളയും. സീരിയസ്ലി നിങ്ങളിത് മനസ്സിലാക്കണം. ദൈവം നിങ്ങളൊരു ശുശ്രൂഷയ്ക്കകത്ത് കൊണ്ടുവന്ന് എന്തിനാണ്? നിങ്ങൾ അനുഗ്രഹിക്കാനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയത്. ഒരു സംശയം വേണ്ട. നിങ്ങൾ അനുഗ്രഹിക്കാൻ, നിങ്ങൾ ഉയർത്തണം. ചില ആൾക്കാർ പറയും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് വേണ്ട എന്താണ്? നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വചനം എങ്ങനെ പഠിക്കും? അതാണ് നമ്മുടെ ചോദ്യം. ഈ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ ഓടുന്നത് വിടുതലിന് വേണ്ടിയിട്ടാണ്. തെറ്റാണത്. ആ ഓട്ടം തെറ്റാണ്. ശരിക്കും ഓടേണ്ടത് വചനം കിട്ടാനാണ്. വചനം കിട്ടിയാൽ നിങ്ങൾ ശുദ്ധമാകൂ. ശുദ്ധമായാൽ ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റൂ. വചനം അനുസരിച്ചാലേ ശുദ്ധമാകത്തുള്ളൂ. വചനമാണ് വേണ്ടത്, വചനവ്യാഖ്യാനങ്ങളാണ് വേണ്ടത്. അപ്പം നിങ്ങൾ വീട്ടിനകത്തിരുന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലെ വീട്ടിനകത്തിരുന്ന് വചനമെടുത്ത് ഒന്നുകിൽ ധ്യാനിക്കുക, കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രസംഗം ഓൺലൈൻ എടുത്തിടുക, നിങ്ങൾ ധ്യാനിക്കുക, എന്നിട്ട് അതിൽ നിന്ന് പഠിക്കുക, എന്തെങ്കിലും ചെയ്യണം. എന്നാൽ കുഴപ്പമില്ല. മനസ്സിലായോ? പ്രാർത്ഥിച്ചാൽ മതി ദൈവം സുഖം തരും. പ്രാർത്ഥിച്ചാൽ മതി ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, ഒന്നും കിട്ടാൻ പോണില്ല. വചനമനുസരിക്കാത്ത ഒരാൾക്കും എത്ര പ്രാർത്ഥിച്ചാലും മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടാൻ പോണില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. എൻ്റെ വചനങ്ങളനുസരിച്ച് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമങ്ങളെ പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിശുദ്ധരാവും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അതെടുക്കുക. വാട്സാപ്പിൽ പറയുന്ന മെസ്സേജുകൾ നിസ്സാരമായിട്ട് കാണരുത്. രാവിലെ എഴുതി ചുമ്മാ അടുക്കളയിൽ നിന്ന് കേട്ടിട്ട് പോകരുത്. വേസ്റ്റാണത്. ഒരു ഗുണവും ചെയ്യത്തില്ല നിങ്ങൾക്ക്. വെറുതെ നിങ്ങൾ കേൾക്കും. ദൈവം അത് പാവമല്ലേ, കേട്ടല്ലോ, കൊടുക്കാം. അങ്ങനെ തരില്ല. അത് മനുഷ്യനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നമ്മളാണ് അങ്ങനെ ചിന്തിക്കുക, എന്നാലും പാവമല്ലേ, ചെയ്തല്ലോ. ഒരിക്കലും ദൈവം അങ്ങനെ ചെയ്യില്ല പ്രിയമുള്ളവരെ. കർത്താവ് പറയും ജോലി കളഞ്ഞിട്ട് വന്നിന്ന് കേൾക്കെന്ന് പറയും. അത്ര സീരിയസ് ആയിട്ട് ദൈവം സംസാരിക്കുള്ളൂ. നിങ്ങൾ വിഡ്ഢികളാവരുത്. തെറ്റായി പഠിപ്പിച്ച് വെച്ചേക്കുണ്ട് ദൈവത്തേക്ക്. പാവമാണ്, എല്ലാം കേട്ടോളും, എല്ലാം അല്ല. അങ്ങനല്ല. ദൈവം വ്യവസ്ഥകൾക്കകത്താണ്. ലോകത്തിനല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. മാർത്തയെ നോക്ക്. ഒരുപാട് തിരക്കിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീ, നല്ല കാര്യമുള്ള അവൾ ചെയ്യുന്നത്. ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? കർത്താവ് കണ്ണീ ചോരയല്ല സംസാരിക്കും പോലെയല്ലേ സംസാരിക്കുന്നത്. മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. മറിയ നല്ല അംശം ഇതവിടെ ഇരിക്കുകയാണ്. ചുമ്മാ മുമ്പേ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തത് അടുക്കളപ്പണിക്കല്ല. നിങ്ങൾ മനസ്സിലാക്കൂ. ആഹാരം കൊടുക്കൽ നല്ല ഒന്നാം സ്ഥാനം കൊടുത്തത് വചനം കേൾക്കാനാണ്, വചനം പഠിക്കാൻ. അപ്പം നിങ്ങൾ ആ സമയം കൊടുക്കണ്ടേ? 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊടുക്കൂ. ആ സമയം പോയി ഇരിക്കും. മര്യാദയ്ക്ക് അടങ്ങിയിരിക്കും. ആ വാട്സപ്പ് മെസ്സേജ് നിർബന്ധമായിട്ടും കേൾക്കണം. നിർബന്ധം. അത് എങ്കിലേ ഈ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. സീരിയസ്ലി ഞാൻ പറയുകയാണ്. ഇരുന്ന് വെയിറ്റ് ചെയ്ത് കേട്ട്
അതിനെ വീണ്ടും കേട്ട് അതിനെ ഹൃദയത്തിലെടുത്ത് അതിനെ വച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ ഉള്ളം, ഇപ്പം ഞാൻ ഹൃദയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഉള്ളം എന്താണ് കർത്താവ്, എൻ്റെ അകത്താരാണ്, എൻ്റെ അകത്തെന്താണ്, ദൈവത്തേക്കാൾ വലുതായിട്ട് എന്താണ് കണ്ടുപിടിച്ചിട്ട് ശുദ്ധമാക്കം പറ. ഒരു ദിവസം ശുദ്ധമാവണമെന്നില്ല, പല ആവർത്തി പ്രാർത്ഥിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങളെ വചനം എടുക്കണം. കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുമ്പോൾ നിങ്ങളിൽ ശുദ്ധി വരും. ഓക്കെ. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 21. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 21. താനേ ചത്ത ഒന്നിനെയും തിന്നരുത്, അത് തൻ്റെ പട്ടണങ്ങളിലുള്ള പരദേശിക്ക് തിന്മാൻ കൊടുക്കാം, അല്ലെങ്കിൽ അന്യജാതിക്കാരന് വിൽക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ. മതി. അതിനകത്ത് പറയുന്നത് നാട്ടുകാർ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. അതാണ് എൻ്റെ അർത്ഥം. മറ്റുള്ളവർക്കൊക്കെ അതൊക്കെ ചെയ്യാം, മനസ്സിലായോ? ജാതികൾക്ക് അതൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളോ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. മനസ്സിലാവുന്നോ? നാട്ടുകാർ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത്. ശ്രദ്ധിച്ചോളാം. അപ്പുറത്തുള്ളവർ അങ്ങനെ ചെയ്യും, അവർക്കൊക്കെ അങ്ങനെ ആവാം, ഇവർക്കൊക്കെ ഇങ്ങനെ ആവാം, അവർക്കത് കുടിക്കാം, അത് കഴിക്കാം, അങ്ങനെ കാണാം, അങ്ങനെ നോക്കാം, അങ്ങനെ പോകാം, അങ്ങനെയൊക്കെ ചെയ്യാം, അവർക്കെല്ലാം ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? ഈ സമൂഹത്തിൽ ഇതെല്ലാം ദൈവം തന്നേക്കുന്നതല്ലേ? ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെല്ലാം ദൈവം നമുക്ക് തന്നേക്കല്ലേ? ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്തുകൂടെ? ഇങ്ങനെയൊക്കെ നടന്നൂടെ? ഇങ്ങനെയൊക്കെ കണ്ടൂടെ? ആസ്വദിച്ചൂടെ? ഇല്ല. ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധ ജനമാണ്. അവർ നാട്ടുകാർ ചെയ്യുന്നത് പോലെ നീ ചെയ്യാൻ പോകരുത്. 2025 വർഷത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, നാട്ടുകാർ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല. നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ മാത്രം മതി. അല്ല, നിങ്ങൾക്ക് തോന്നുന്ന പോലെ ജീവിക്കണമെങ്കിൽ പൊക്കോ. മനസ്സിലാകുന്നോ ഈ പോയിന്റ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വേണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ. നിങ്ങൾ പോയി നാട്ടുകാർ ജീവിക്കും പോലെ ജീവിക്കൂ. അതാണ് യേശുക്രിസ്തു വ്യക്തമായിട്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ ചെവിയുണ്ട്, കേട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പൊക്കോ, നാട്ടുകാർ ജീവിക്കുന്നത് പോലെ പോ. എനിക്കതൊക്കെ കണ്ടാലേ പറ്റൂ, ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റൂ, എൻ്റെ ഇഷ്ടമാണ്, പോ. നിനക്ക് ദൈവാനുഗ്രഹം വേണം, ദൈവത്തിൽ നന്മ വേണം, കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നീ വിശുദ്ധ ജനമാവണം. വിശുദ്ധ ജനമാണ്, വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നാട്ടുകാരെ പോലെയല്ല, നിങ്ങൾ വിശുദ്ധ വംശമാണ്, വിശുദ്ധ ജനമാണ്. അടുത്ത റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വചനങ്ങൾ. റോമർ 12-1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ശരി, ഈ വചനം ശ്രദ്ധിച്ചേ. ഇതിനകത്തുള്ള എന്തൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിൻ. ഒന്ന്, നിങ്ങളുടെ ശരീരം വിശുദ്ധി. പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് പുതുവർഷത്തിലേക്ക്. ശരീരത്തിൽ പാപം വരരുത്, ഈ ബോഡിയിൽ പാപം വരരുത്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് പാപത്തിലേക്ക് നോക്കരുത്, നിങ്ങൾ അശുദ്ധരാവും. അതുപോലെ സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു, നിങ്ങൾ അശുദ്ധമായി കഴിഞ്ഞു. ഒറ്റ നോട്ടം നിങ്ങളുടെ അകത്ത് ജഡമോഹത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ അശുദ്ധമായി കഴിഞ്ഞു. ഒരു കോംപ്രമൈസും അതിനകത്തില്ല. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ അശുദ്ധമായി കഴിഞ്ഞു. കുഴപ്പമില്ല, ഒരു നോട്ടമല്ലേ ഉള്ളൂ എന്ന് പറയരുത്. ഇത് സമ്മതിക്കണം ആദ്യം. ഈ നോട്ടത്തിൽ ഞാൻ അശുദ്ധമായി. നിങ്ങൾ യൂട്യൂബ് ഒരുപാട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സംഗതികൾ അശുദ്ധിയാണ്. നോക്കിയോ, അശുദ്ധമായി കഴിഞ്ഞു, സംശയമൊന്നും വേണ്ട. നാവിൽ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ, ഒരു ചെറിയ തെറ്റ് ചെയ്താൽ, പറഞ്ഞാൽ, ആരുടെ മൊബൈൽ അടിക്കുന്നു, അത് അശുദ്ധമായി കഴിഞ്ഞു. നാവിൽ ഒരു കള്ളം പറഞ്ഞാൽ, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പള്ളിയിൽ എനിക്ക് എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പള്ളി പ്രസംഗിക്കാൻ പോവാണ്. അപ്പോൾ പിന്മുറിയിൽ ചെന്ന് ഇരുന്നു. അപ്പോൾ അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും ചായ കുടിക്കുന്നു. അപ്പോൾ എനിക്ക് ചായ തന്നു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ആ അച്ഛൻ വീണ്ടും എന്നെ നിർബന്ധിച്ചു, അച്ഛാ ചായ കുടിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കുടിച്ചതാണ്, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ നിർബന്ധിച്ചില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ കള്ളമാണ് പറയുന്നതെന്ന് പറഞ്ഞു. നീ കള്ളമാണ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴാണ് തിരിഞ്ഞാലോചിക്കുന്നത്, ഞാൻ കുടിച്ചല്ലേ. പലപ്പോഴും ഞങ്ങൾ കുടിച്ചിട്ട് വരാറുണ്ട്, വരുന്ന വഴിയിൽ കുടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ കൊച്ചപ്പേട്ട ഈ ലോങ് ജേണി കഴിച്ച് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകാറാണ് ചെയ്തത്. അപ്പോൾ ഒത്തിരി ക്ഷീണത്തോടെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുടിക്കാറ്. അപ്പോൾ ഇത് കുടിച്ചോ ഇല്ലെന്ന് സത്യത്തിൽ എനിക്കൊരു ബോധ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുടിച്ചില്ലേ വീട്ടിൽ? ഇല്ലല്ലേ. അപ്പോഴാണ് കുടിച്ചില്ല. പെട്ടെന്ന് കർത്താവ്, നീ കള്ളമാണ് പറഞ്ഞത്, വേണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ കുടിച്ചു എന്ന് പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, തെറ്റാണോ? തെറ്റ്. നമ്മൾ സാധാരണ പറയുന്നതാണ്, ചുമ്മാ പറയാണ്. നമ്മൾ വീടുകളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം തെറ്റ് കള്ളങ്ങളാണ് നമ്മൾ ഒരു ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എന്താ അശുദ്ധമായി? നാവ് അശുദ്ധമായി. ആ നാവിൻ്റെ അശുദ്ധി സാത്താന് ഒരു ഇടമാണ്.
മനസ്സിലാക്കണം, ആ കള്ളത്തിനകത്ത് പിശാചിന് ഇടമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ നാവ് ഇപ്പോൾ അശുദ്ധമായി. അപ്പോൾ ഈ നാവ് വെച്ചുകൊണ്ട് ഞാൻ പ്രസംഗം എടുത്ത് കയറുകയാണ്. ലോകം അറിയുന്നില്ല, പള്ളിക്കാരും അറിയുന്നില്ല, ഞാൻ ഘോരഘോരം പ്രസംഗിക്കും, അവർക്കാർക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ നാവിൽ എന്തുണ്ട്? അശുദ്ധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനിരുന്ന് അവിടെ മുതൽ ഞാൻ അടുത്ത് കയറി ഓൾട്ടറിലിരുന്ന് ഇവിടെ പാട്ടും പ്രാർത്ഥനയ്ക്ക് നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ്? ഈ ഭാരമാണ്, ഈ പ്രാർത്ഥന. കർത്താവ് എന്നെ ശുദ്ധമാക്കണേ, എന്നെ എന്നോട് ക്ഷമിക്കണമേ. ഇത്രയും നാൾ പ്രസംഗിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ കള്ളനായി പോയല്ലോ എന്നൊരു ഭാരം നമ്മുടെ ഒത്തിങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെടുകയാണ്. കർത്താവെ പറ്റിപ്പോയി, അറിയാതെ പറഞ്ഞു എന്നൊരു വിഷയം. കർത്താവിനറിയാം, നമ്മൾ കൊച്ചു പിള്ളേരല്ലേ കർത്താവിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാനിങ്ങനെ നാവിനെ ശുദ്ധീകരിക്കുന്നു, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുകയാണ്. എനിക്കറിയാം കർത്താവ് ക്ഷമിക്കുന്നറിയാം, ഞാനിങ്ങനെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ പ്രാതിഭാജിതം കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സംഭവം നീ ജനത്തോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. അത് നാണക്കെട്ട പരിപാടിയാണ്. കാരണം പ്രസംഗിക്കാൻ വരുന്ന അച്ഛൻ കള്ളത്തരം പറയുന്ന ആളാണെന്ന് ജനം ധരിക്കും. ആകെപ്പാട മോശം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് കേട്ടോ, പെട്ടെന്ന് തോന്നിയതാണ് അങ്ങനെ. അയ്യോ പറ്റില്ല കർത്താവേ തോന്നി. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് പറയണം എന്നൊരു ബോധ്യം തള്ളുകയാണ്. നീ അത് പറ. എന്നിട്ട് കർത്താവ് എൻ്റെ ഉള്ളിൽ തരുന്നൊരു ബോധ്യം, നീ നിന്നെ തന്നെ നുറുക്കുക, നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തുക, നീ കള്ളം പറഞ്ഞു സമ്മതിക്കുക, ജനത്തോട് പറ. നമ്മൾ നുറുക്കപ്പെടണം, നമ്മൾ താഴണം. കർത്താവ് പഠിപ്പിക്കുന്നത് എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ സമ്മതിച്ചു കർത്താവേ, ഞാനത് പറയാം, ഇങ്ങനെ തെറ്റ് പറ്റിയെന്ന് ഞാൻ ജനത്തോട് പറയാം, നിങ്ങൾ തെറ്റ് പറ്റരുതെന്നൊക്കെ പറയാമെന്ന് ഞാൻ കർത്താവ് സമ്മതിക്കുന്നത്. ഉടൻ കർത്താവ് എനിക്കൊരു ദർശനം കാണിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നീളമുള്ളൊരു നാക്ക് കർത്താവ് എന്നെ കാണിക്കുകയാണ്. വളരെ നീളമുള്ളൊരു നാവിൽ നിറച്ച് അഴുക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ നാക്കായിരിക്കുമോ എന്ന് ഞാനിങ്ങനെ ഒന്ന് ഭാരപ്പെട്ടു. ഉടനെ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആലയത്തിൽ അനേകം ആൾക്കാരുടെ നാവുകൾ അശുദ്ധമാണ്, ഇത് വിളിച്ച് പറയുക, നാവ് ശുദ്ധമാക്കാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ തന്നെ താഴ്ത്തി എൻ്റെ ഈ തെറ്റ് പറയാൻ സമ്മതിക്കുമ്പോൾ കർത്താവ് ആ ജനത്തിന് വേണ്ടി എന്നോട് സംസാരിക്കുക. ഞാൻ പ്രസംഗത്തിൽ കയറിയ സമയത്ത് ഞാൻ എൻ്റെ ഈ തെറ്റ് പറഞ്ഞിട്ട് ഈ വിഷൻ ഞാനിങ്ങനെ കണ്ടിരുന്നു, നിങ്ങളുടെ നാവുകളെ ശുദ്ധമാക്കണം എന്ന് ഞാൻ പറയുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയ കള്ളം പോലും നിങ്ങളെ അശുദ്ധമാക്കും. ചെറുതെന്ന് വിചാരിക്കരുത്. ചെറുത് ഒറ്റ വാക്കല്ലേ പറഞ്ഞുള്ളൂ, ഒരു കള്ളമല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ മാനസാന്തരം അല്ലെങ്കിൽ നിങ്ങളത് ഏറ്റു പറയാത്തിടത്തോളം കാലം അത് നിങ്ങളെ തുടരും. ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം ദുരാത്മാക്കളായിരിക്കും നമ്മുടെ പിന്തുടരുന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കള്ളത്തിൻ്റെ മേൽ ഒരു അശുദ്ധാത്മാവുണ്ടാവും. ഉടൻ സാത്താൻ നിങ്ങളുടെ മേൽ അവകാശമുണ്ട്. ഞാൻ ആ ഫസ്റ്റ് ഡേ പ്രസംഗത്തിനത് വന്നവർ ചിലരുടെ ഇരിപ്പുണ്ട്. ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സാത്താൻ്റെ ഓൾട്ടറിൽ ഒരു പൂജ ചെയ്യും പോലെയാണ്. സാത്താൻ്റെ ഓൾട്ടറിൽ, അതായത് പിശാചി നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ പറ, നമ്മൾ അറിയുന്നില്ല ഇത്. സാത്താൻ ടെംപ്റ്റേഷൻ തരുന്നു, ഇങ്ങനെ പറ, തെറ്റാണ്. പരിശുദ്ധാത്മ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറ, ശരിയായിട്ട് പറ. പിശാചി പറയുന്നു, ഇങ്ങനെ പറ, തെറ്റായിട്ട് പറ. അപ്പോൾ നമ്മൾ സാത്താനെ അനുസരിച്ചിട്ട് തെറ്റ് പറയുന്നു, കള്ളം പറയുന്നു. ഉടൻ സാത്താൻ്റെ ഓൾട്ടറിൽ ഒരു പൂജ ചെയ്യുന്നു. സാത്താനെ നമ്മൾ അനുസരിക്കുന്നു. മനസ്സിലാവുന്നോ? അപ്പോൾ സാത്താൻ നോർമലി നമ്മളെ മേൽ അവകാശമുണ്ട്. അപ്പോൾ എത്ര അശുദ്ധാത്മാക്കളാണ് ഒരു ദിവസം നമ്മുടെ പിന്നാലെ വരുന്നത്? എത്ര കള്ളങ്ങളാണ് നമ്മൾ ഈസിയായിട്ട് പറഞ്ഞു കളഞ്ഞത്? അത് ആരെടുത്തും ആയിക്കൊള്ളട്ടെ, ആരെടുത്തും ആയിട്ടെ. നമ്മൾ പറയും വലിയ ദേഷ്യം, വലിയ വലിയ തെറ്റുകൾ, വ്യഭിചാരം, അതൊക്കെയാണോ തെറ്റുകൾ? ഇതുപോലെ നിസ്സാരമുള്ള സാധനങ്ങളോ? നമ്മൾ ലാഘവത്തോടെ കളയുന്ന ചെറിയ ചെറിയ സംഗതികൾ പോലും സ്പിരിച്വൽ വേൾഡിൽ നിങ്ങൾക്കെതിരെ അറ്റാക്കിന് യൂസ് ചെയ്യും. നമ്മൾ വലിയ വലിയ പ്രാർത്ഥനയൊക്കെ നടത്തും, പക്ഷേ ഈ ചെറിയ ചെറിയ സാധനം നിങ്ങൾക്കെതിരെ നിൽക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയും, രാത്രി നിങ്ങൾ ദൈവസ്ഥലിൽ പോയി മുട്ടുകുത്തിയിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം, എവിടെയെങ്കിലും തെറ്റിയോ കർത്താവേ, എവിടെയെങ്കിലും തെറ്റിയോ, എവിടെയെങ്കിലും കള്ളം പറഞ്ഞോ, എവിടെയെങ്കിലും മോശമായി പെരുമാറി, എവിടെ നോട്ടം തെറ്റിയോ, എവിടെയെങ്കിലും അസൂയ വന്നോ, എവിടെയെങ്കിലും പക വന്നോ. വരില്ല എന്ന് വിധിക്കരുത്. നിങ്ങൾ വന്നു പോകാം. അതാണ് ഞാൻ എന്നിൽ നിന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പ്രസംഗിച്ചിട്ട് കള്ളം പറഞ്ഞു നടക്കുന്നു, മനസ്സിലായി? വരാം, എനിക്കും വരാം. നമ്മൾക്ക് എല്ലാവരും മനുഷ്യരല്ലേ. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണേ, സംഭവിക്കുന്നു. കർത്താവിനോട് ക്ഷമിക്കൽ. ഇതാണ് നുറുങ്ങിയ ഹൃദയം. ഉടൻ നമ്മൾ കുറ്റബോധം, പറ്റിപ്പോയല്ലോ കർത്താവെ, തെറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ന്യായീകരിക്കരുത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ആവാം. ന്യായീകരിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. കർത്താവ് അവരുമായിട്ട് ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. അവരെയാണ് കർത്താവിന് വെറുപ്പ്. അതാണ് പരീശന്മാരെയും സദൂക്യന്മാരെയൊക്കെ വെറുത്തത്. പക്ഷെ പാപികളെ സ്നേഹിച്ചു. പാപം ചെയ്തു സമ്മതിക്കുന്നവനെ. അപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, അപ്പോൾ കണ്ണാവട്ടെ, നാവാവട്ടെ, ഇവൻ കാതുകളിൽ പോലും ഉണ്ട് കേട്ടോ, അശുദ്ധമായത് കേൾക്കുക, അതിനെ ആസ്വദിക്കുക, അതൊക്കെ തെറ്റാണ്. ഈ കാത് അശുദ്ധമാവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ എന്തോ ആട്ടെ. അപ്പോൾ ജഡത്തിൽ അശുദ്ധി വരരുത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എങ്കിൽ നിങ്ങൾ വിശുദ്ധരാവില്ല. ഒരു പക്ഷേ വന്നു പോയാൽ ഏറ്റു പറയാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കും. കർത്താവേ, ഞാൻ ഇന്ന് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. മുൻകാലങ്ങളിൽ ചെയ്തവർ, ഇതുവരെ ഏറ്റു പറയാത്തവർ, ഏതെങ്കിലുമൊക്കെ പാപങ്ങളുള്ളവർ ഏറ്റു പറഞ്ഞോളണം. കഴിഞ്ഞ വർഷത്തൊക്കെ ക്ലിയർ ആക്കിയതാണ്. ഉള്ളവരാണ് ഏറ്റു പറഞ്ഞോളണേ. ഡെയിലി ഇത് പ്രാർത്ഥിച്ചോളണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ശരീരം ഒരു യാഗമായിട്ട് സമർപ്പിക്കും. കർത്താവിന് സൗരഭ്യവാസമുള്ള യാഗമായി സമർപ്പിക്കും. അതിനകത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ട. പാപം ഏറ്റു പറയണം.
ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 2 മനസ്സ് പുതുക്കപ്പെടണം. അതാണ് ഞാനിപ്പോൾ വാട്സാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജിൻ്റെ പ്രത്യേകത. ശരീരത്തിൻ്റെ വിശുദ്ധി പ്രധാനമാണ്. പലരും അത് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ നാവും കണ്ടും മുക്കും എല്ലാം നന്നാക്കും. പക്ഷേ അകത്ത് അശുദ്ധിയായിരിക്കും. മനസ്സ് പുതുക്കാൻ എല്ലാവർക്കും പ്രയാസമാണ്. മനസ്സിൽ ദേഷ്യം കാണും, മനസ്സിൽ വിരോധം കാണും, മനസ്സിൽ പക കാണും. പക്ഷേ പുറത്തൊന്നുമില്ല. ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് ഈ സംഭവം ഉണ്ട്. സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കണം. പലരും ഇത് അറിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചില ആൾക്കാരോട് തോന്നിയ ദേഷ്യം, പല ആൾക്കാർ നമ്മുടെ വിരോധമായി പെരുമാറിയത്, പലരും നമുക്ക് പെയിൻ തന്നത്, അത് അകത്ത് കിടക്കുകയാണ്. ഇപ്പോഴും ദേഷ്യമായിട്ട് കിടക്കുകയാണ്. അയൽവക്കക്കാരുടെ ദേഷ്യം കിടക്കുകയാണ്. സഹോദരങ്ങളോട് ദേഷ്യം കിടക്കുകയാണ്. മാതാപിതാക്കളോട് ദേഷ്യം കിടക്കുകയാണ്. സുഹൃത്തുക്കളുടെ ദേഷ്യം അകത്ത് കിടക്കുകയാണ്. ഇത് നുള്ളിപ്പറക്കി വെളിയിലെടുത്തേ പറ്റൂ. ആരെടുത്തുണ്ടെങ്കിൽ അത് എടുക്കണം. എടുത്തിട്ട് ക്ഷമ കൊടുക്കണം. നിങ്ങളുടെ ഭാഗത്ത് ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിർബന്ധമാണ് ഈ കാര്യം. കാരണം അതിനകത്ത് ദുരാത്മാക്കൾ വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നത് പല ആൾക്കാർക്ക് വിടുതൽ കിട്ടാത്തതിൻ്റെ റീസൺ അകത്ത് അശുദ്ധാത്മാക്കളിരിക്കുന്നു, പകയിലിരിക്കുന്നു, അസൂയയിലിരിക്കുന്നു, പിണക്കത്തിലിരിക്കുന്നു. പലതും പറ്റുന്നില്ല. പ്രിയമുള്ള ഇത് നിങ്ങൾ പറയണം, എൻ്റെ മനസ്സ് പുതുക്കണേ കർത്താവ്, എൻ്റെ ഉള്ളം കഴുകണം. അതാണ് ഞാൻ 7 ദിവസം പ്രാർത്ഥന. തീർന്നിട്ടില്ല, അനേകർക്ക് ഒന്നും ആയിട്ടില്ല, എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ വാട്സാപ്പ് മെസ്സേജിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഹൃദയത്തെ പറ്റി വളരെ ആഴമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഒറ്റ ദിവസമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. ഇനി അങ്ങോട്ടും എനിക്ക് ഉറപ്പുണ്ട് കർത്താവ് എനിക്ക് തന്ന വലിയ ബോധ്യങ്ങൾ അതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പുതുക്കാൻ റെഡി ആയിക്കോ. 2025 മനസ്സ് ക്ലീനാക്കണം. മനസ്സ് ക്ലീനാണെങ്കിൽ നാവ് ക്ലീനാവും. ഇങ്ങനെ നിങ്ങൾ ദേഷ്യമൊന്നും വരത്തില്ല. അത് ക്രമേണയാണ് കേട്ടോ, ഒറ്റ ദിവസം വരത്തില്ല. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിയിരിക്കണം. മനസ്സ് ശുദ്ധമാക്കണം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട, അകം ശുദ്ധമാക്കണേ കർത്താവേ, കഴുകണേ കർത്താവേ, കഴുകണേ കർത്താവേ, ശുദ്ധമാക്കണേ കർത്താവേ, അകത്ത് പിശാചുക്കളല്ലേ പുറത്താക്കണേ അപ്പാച്ച. ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, വിശുദ്ധിയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെത്തി. 2 വാക്യങ്ങൾ കൂടെ. തീത്തോസ് 2:14. എനിക്ക് ഇത്രയും മെസ്സേജ് പറഞ്ഞിട്ടേ ഞാൻ അവസാനിപ്പിക്കത്തുള്ളേ. 2 പോയിന്റ് കൂടെ. തീത്തോസ് 2:14. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അതിനകത്ത് പറഞ്ഞു, ഇനി വിശുദ്ധീകരണത്തെ പറ്റി പറഞ്ഞു ഒരു കാര്യം. അതിനകത്ത് സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ അധർമ്മം, അശുദ്ധമായ പ്രവൃത്തികൾ ഒഴിവാക്കിയിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. നല്ല പ്രവൃത്തികൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊള്ളുക. ആവർത്തന പുസ്തകം 7:6. ആവർത്തനം 7:6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് എല്ലാ ജാതികൾക്കകത്ത് നിന്ന്, നിങ്ങളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എല്ലാവരും അല്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇതൊരു ഒരു ഒരു വേഗ ഐഡിയ ആണ്. ജനറലായിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ സ്വന്തം ജനം, വിശുദ്ധ ജനം, അത് സെപ്പറേറ്റാണ്. അത് വേർതിരിക്കപ്പെട്ട ജനമാണ്. അത് സെപ്പറേറ്റ് ആൾക്കാരാണ്. അത് നിങ്ങളാണ്. നാട്ടിലുള്ള വേറെ ആൾക്കാരല്ല. കർത്താവിന് അവരുടെ മക്കൾ കാണുമായിരിക്കും. പക്ഷേ വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനം. ഇസ്രായേൽ ജനത്തെ എടുത്തു നോക്ക്. ലോകത്തെ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ അന്ന് കർത്താവ് വിശുദ്ധ ജനമായിട്ട് വേർതിരിച്ചിരുന്നു. അവരെ ഒരു പ്രത്യേക സമൂഹമായിട്ട് വിശുദ്ധീകരിച്ച് നിർത്തി. കനാൻ ദേശത്തേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമി യാത്ര കഴിഞ്ഞ് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് പറഞ്ഞു, കനാൻ ദേശത്ത് താമസിക്കുന്ന അശുദ്ധരായ ജനത്തെ, അശുദ്ധമായി തിന്മകൾ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ ചെയ്യുന്ന ജനത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ കയറി താമസിക്കൂ. നിങ്ങൾ വിശുദ്ധ ജനമാണ്, ഞാൻ തിരഞ്ഞെടുക്ക പ്രത്യേക ജനമാണ്. നിങ്ങൾ അവരെ പോലെ ആകല്ലേ. അതാണ് പറഞ്ഞത്. നിങ്ങൾ അവരും വേണ്ടി മിക്സായി പോകല്ലേ. അവരുടെ വിഗ്രഹങ്ങളെ പോയി ആരാധിക്കരുത്. അവരുടെ രീതികൾ നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഫോളോ ചെയ്താൽ നിങ്ങൾ അവരിൽ മിക്സാവും. ആ അശുദ്ധാത്മാക്കൾ നിങ്ങളുടെ മേൽ കയറും. അതാണ് അർത്ഥം. അതാണ് അവിടെ ഒരുപാട് ദൈവങ്ങളെ പറ്റി, ആസ്തരോത്ത്, മൊലേക്ക്, ഇതേപോലെ സാധനങ്ങളുടെ ഒന്നും പിന്നാലെ പോവല്ലേ. പോയാൽ അതിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കൾ നിങ്ങളിൽ പ്രവേശിക്കും. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. നിങ്ങൾ പിണങ്ങാനല്ല, പിണങ്ങി നിൽക്കാനല്ല, സെപ്പറേറ്റ്. നിങ്ങളുടെ ലൈഫ് സെപ്പറേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ വേർതിരിക്കപ്പെട്ട ജനമായിരിക്കണം. മനസ്സിലായോ? അങ്ങനെ സെപ്പറേറ്റ്, അവരെ പോലെ ആകല്ലേ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ തലയ്ക്കകത്ത് വേണം, ഞങ്ങൾ നാട്ടുകാരെ പോലെ അല്ല, നാട്ടിലുള്ളവരെ പോലെയല്ല. നിങ്ങൾ ബിസിനസ് നടത്തേണ്ട നാട്ടുകാർ നടത്തും പോലെ അല്ല. നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കേണ്ട നാട്ടുകാരുടെ ഡോക്ടർമാരെ പോലെ അല്ല. നിങ്ങളുടെ അധ്യാപകനായിരിക്കേണ്ട നാട്ടുകാർ നടക്കുന്ന പോലെ അധ്യാപകനല്ല. നിങ്ങൾ വ്യത്യാസമായിരിക്കണം. നിങ്ങളുടെ നാവ് വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം. നിങ്ങൾ എന്ത് ജോലി ചെയ്തോട്ടെ, നിങ്ങൾ വേർതിരിക്കപ്പെടണം. അതിനകത്ത് നിങ്ങൾ അതിനകത്ത് വ്യത്യസ്തരായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ചെയ്യുന്ന അതേ ജോലി. എന്തുമാത്രം ആൾക്കാർ ഈ സമൂഹത്തിൽ അതുപോലെ ആവരുത്.
നിങ്ങൾ വ്യത്യസ്തരായിട്ട് തെളിയിച്ചു കൊടുക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറാക്കിയത്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളൊരു എഞ്ചിനീയർ ആക്കിയത്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു അധ്യാപകനാക്കിയത്. ദൈവത്തിൻ്റെ പൈതലായി നിന്നുകൊണ്ട് ആ ജോലി ചെയ്യാനാണ്. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും, ഇന്ന മകൻ ഡോക്ടറാവാൻ പോവാണ്, ഇന്ന മകൾ ഡോക്ടറാവാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചുമ്മാ ഇഷ്ടംപോലെ ഡോക്ടർമാർ കിടക്കണം ഇവിടെ. വീണ്ടും വീണ്ടും കർത്താവ് എന്തിനാ ഈ ഡോക്ടർമാരെ ഇങ്ങനെ തള്ളിവിടുന്നത്? കർത്താവ് തന്ന വലിയ ബോധ്യമാണ്, ഉള്ള ഡോക്ടേഴ്സ് ഒന്നും കർത്താവിന് ഹിതപ്രകാരം ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ല. അത് പോരെ ദൈവത്തിന്. നല്ല ഡോക്ടേഴ്സ് പുറത്തിറങ്ങണം. അങ്ങനെയുള്ള ആൾക്കാരില്ലെന്ന്. സ്വാർത്ഥരായി പോയി ജനം, അശുദ്ധിയിലാണ് ജീവിക്കുന്നത്. അവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൻ്റെ മക്കൾ വരണം, തൻ്റെ മക്കൾ അധ്യാപകരാവണം, തൻ്റെ മക്കൾ ഡോക്ടേഴ്സായി പുറത്തിറങ്ങണം. അവരിൽ നിന്ന് ചിലതൊക്കെ ചെയ്യാനുണ്ട് ദൈവത്തിന്. ഈ വരാൻ പോകുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ല സൈക്കാട്രിസ്റ്റുകൾ ഉണ്ടാവണം. ഈ കർത്താവുമായി ബന്ധപ്പെട്ടൊരു സൈക്കാട്രിസ്റ്റ് പുറത്തിറങ്ങി ഈ കാലത്ത് എന്തുമാത്രം ആൾക്കാർ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് അറിയാമോ? അശുദ്ധി നിറഞ്ഞു കിടക്കുകയാണ് ലോകം. പിശാചിൻ്റെ ബന്ധനത്തിലാണ്. അതിനകത്തുനിന്ന് ഒരു സാധാരണ സൈക്കാട്രിസ്റ്റ് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പരാജയം, ശുദ്ധ പരാജയമാവും. പക്ഷേ ഇത് അറിഞ്ഞിറങ്ങിയ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് കൊയ്ത്ത് ചെയ്യാൻ പറ്റും. കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ദൈവ മക്കളിൽ നിന്ന് വരണം. പ്രിയമുള്ളവർ മനസ്സിലാക്കുക, നിങ്ങൾ വേർതിരിക്കപ്പെട്ട ജനമാണ്. ശ്രദ്ധിച്ചോ, ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ചേ. പുറപ്പാട് പുസ്തകം 19:10. പുറപ്പാട് 19:10. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. ദൈവത്തിന് ഇറങ്ങി വരാൻ പാകത്തിന് നീ ഒന്ന് അവരെ ശുദ്ധീകരിക്കുമെന്ന് മോശയോട് പറയുന്നു. പർവ്വതത്തിൽ ഇറങ്ങി വരാൻ പോകുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ ഉള്ളത്തിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിന് ഇറങ്ങി വരണമെങ്കിൽ വിശുദ്ധീകരിച്ചേ പറ്റൂ. വിശുദ്ധീകരിച്ചേ പറ്റൂ. പ്രിയമുള്ളവർ, വേറെ ഒരു വകുപ്പും എനിക്ക് പറഞ്ഞു തരാനില്ല. കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ എത്ര മരണപ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, കിട്ടില്ല. നിങ്ങളുടെ ഉള്ളം ക്ലീൻ ചെയ്യൂ, നിങ്ങളുടെ ഔട്ടർ ബോഡി ക്ലീൻ ചെയ്യൂ, നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യൂ, സമസ്ത മേഖലകളെ വിശുദ്ധി എടുക്കൂ. ദൈവം ഇറങ്ങി വരും. നിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ഒഴിപ്പിക്കൽ നടക്കേണ്ട കാര്യമില്ല. വിശുദ്ധി, ആ വിശുദ്ധി നിങ്ങൾ വന്ന് കയറാൻ ഇരുട്ടിൻ്റെ ആത്മാക്കൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, നിങ്ങളുടെ അകം ഒന്ന് ചിന്തിക്കുക. ആരുടെങ്കിലും ദേഷ്യമുണ്ടോ, അസൂയുണ്ടോ, പകയുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചു വരും, നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ് നിർത്തുകയാണ്, വിശുദ്ധ ജനമാണ് നിങ്ങൾ. ഈ പോയിന്റ് വിട്ടിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് നടക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചില ആൾക്കാർക്ക് ഇതിൻ്റെ അടിമത്വത്തിലാണ്, അശുദ്ധിയുടെ അടിമത്വം. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ മദ്യപിക്കുന്ന ആൾക്കാർ, അവർ ചിലർ അതിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റാതെ വണ്ണം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് കിടന്ന് നിലവിളിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഞങ്ങൾ സൂചിച്ച ലൈംഗിക പാപങ്ങൾ വിടാൻ പറ്റാത്ത പാപമാണത്. അത് വിട്ടുമാറാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർ വിട്ടുമാറാൻ പ്രയാസമാണ്. അപ്പോൾ ഈ തിന്മയിൽ കിടക്കുന്ന ആൾക്കാർ ദൈവഭാഗത്തേക്ക് വരുമ്പോൾ അവർക്കൊരു കുറ്റബോധം ഭയങ്കരമാണ്. പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നു, ഇതിന് ഊരാൻ പറ്റുന്നില്ല. ഈ മദ്യപിക്കാൻ ആൾ ടെൻഡൻസി വരുന്നത് പോലെ ഇതിന് ടെൻഡൻസി കിടക്കാണ്, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കും, അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അടിമത്വത്തിൽ കിടക്കുന്നുവെങ്കിൽ എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല. അദ്ദേഹം ദേഷ്യം പറഞ്ഞല്ലോ, രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പള്ളി പ്രസംഗിച്ചിറങ്ങുമ്പോൾ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നിട്ട് ആ സഹോദരി, ഗർഭിണിയായ സഹോദരി പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അച്ഛാ ഞാൻ ഇത് പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, എനിക്ക് ദേഷ്യമുണ്ട് അച്ഛാ, എൻ്റെ ഉള്ളിൽ ഈ സംഭവം കിടപ്പോൾ എനിക്കത് മാറ്റാൻ പറ്റാതെ ആ നുറുങ്ങിയ ഹൃദയം കർത്താവ് കണ്ടു. ഉറപ്പാണ്. നിങ്ങൾക്ക് പറയട്ടെ, അങ്ങനെ മാറ്റാൻ പറ്റാത്ത നിങ്ങളിരിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത്. അത് എത്ര മാരക പാപം ആയിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞുകൊള്ളാം. ഒറ്റ പോയിൻ്റേ ഉള്ളൂ. പാപം ചെയ്യുമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് മാറാൻ പറ്റാത്തതായിരിക്കാം, പക്ഷെ എന്നെ വിശുദ്ധീകരിക്കണേ, എന്നെ കഴുകണമേ, അപ്പോൾ എന്നെ രക്ഷപ്പെടും. ചില ആൾക്കാർ മൊബൈൽ ഫോണിൽ അടിമത്വമാണ്. അതിന്ന് മാറണമെന്ന് വിചാരിച്ചാലും പറ്റില്ല. യെസ്, പിള്ളേർ പറയുന്നതാണ് മാറണം, എനിക്ക് നിർത്തണം എന്ന് ആഗ്രഹിച്ചാലും. കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് പറഞ്ഞത് 30 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ആവാൻ കണക്കിന് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്തിരിക്കുന്നു. 30 മിനിറ്റ് ആവണ സമയത്ത് ഈ ഓൺലൈൻ കട്ടാവണം, എല്ലാം ഇത് കട്ടായി പോകും മൊബൈൽ ഫോണിൽ. അപ്പോൾ എന്ന് വെച്ചാൽ മല്ല് പിടിക്കുകയാണ് രക്ഷപ്പെടാനായിട്ട്. വേറെ ഒരു വകുപ്പില്ല. ഇരുന്നാൽ ഇങ്ങനെ നീങ്ങി പോവുകയാണ്. അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനൊരു സംവിധാനം ചെയ്തു വെച്ച്, എനിക്കറിയില്ലാത്തതാണെന്ന്. അപ്പോൾ അത് കട്ടായി പോകും. പിന്നെ ആ ദിവസം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അരമണിക്കൂറെങ്കിൽ അത് കഴിയുമ്പോൾ നിർത്താമല്ലോ. കാരണം മനുഷ്യൻ മല്ല് പിടിക്കേണ്ടത് രക്ഷപ്പെടാൻ അടിമത്വമാണ്. അപ്പോൾ അങ്ങനെ അടിമത്വത്തിൽ പോയ ജനം, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്കിതിൻ്റെ അടിമത്വമുണ്ട്, എനിക്കിതിന് അഡിക്ഷനുണ്ട്, ഞാൻ ഈ അശുദ്ധിയിലാണ്, എന്നെ രക്ഷിക്കണമേ. ആര് രക്ഷിക്കും? യേശുവിലൂടെ, അല്ലാതെ രക്ഷയില്ല. അതിനുള്ള വഴി ദൈവം നിങ്ങൾക്ക് തുറന്നു തരും. ഈ പ്രാർത്ഥന നിർത്തരുത്. പക്ഷേ ഓക്കെ, കടന്നു പോകാം. 2 രാജാക്കന്മാർ, 1 വിശുദ്ധ ജനം, 2 രാജാക്കന്മാർ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 21. ആവർത്തന പുസ്തകം 1-ന്റെ 21.
ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്. മതി. ഒന്ന്, നിങ്ങൾ വിശുദ്ധ ജനമാണ്, വിശുദ്ധിയിലേക്ക് നിങ്ങൾ വരണം. വിശുദ്ധിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ഈ പ്രോസസ്സാണ് കേട്ടോ, ഇതൊരു പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നത്. വിശുദ്ധിയിലേക്ക് നിങ്ങൾ ഏകദേശം ഒരു പടി വെച്ച് കയറി കഴിഞ്ഞാൽ, ഒരുമാതിരി നമ്മൾ പുറന്നല്ല, നിങ്ങൾ ക്ലീൻ ആയി കഴിഞ്ഞാൽ, ഒരുമാതിരി ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത് കിട്ടുന്ന പൊസിഷൻ, നിങ്ങൾ രാജാക്കന്മാരാണ്. രാജകീയ പുരോഹിത വർഗ്ഗമാണല്ലോ, നിങ്ങൾ രാജാക്കന്മാരാണ്. സ്പിരിച്വൽ വേൾഡിലാണ് ഈ രാജ്യത്വം ഇരിക്കുന്നത്, ഈ ലോകത്തിലല്ല. ആത്മീക ലോകത്തെ രാജാക്കന്മാരാണ്. രാജാക്കന്മാർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അധികാരമാണ്. നിങ്ങൾക്കൊരു പവറാണ്, പലതിനെ കീഴടക്കാനുള്ള ശക്തിയാണ്, പലതിൻ്റെ മേലുള്ള ജയമാണ്. ഒരു ടെറിട്ടറിക്ക് മുമ്പിൽ മൊത്തത്തിലുള്ള അധികാരമാണ്, ഒരു വീടിന് മൊത്തത്തിലുള്ള അധികാരമാണ്. ഒരു പവർ നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഈ പവർ നിങ്ങളുടെ മേൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പറ്റും? ഇവിടെ എന്താ പറയുന്നത്? ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അതിനെ കൈവശമാക്കിക്കൊള്ളുക. കൈവശമാക്കിക്കൊള്ളുക. ദൈവം ഒന്നും ഓസിനെടുത്ത് കയ്യിൽ കൊടുത്തിട്ടില്ല ആർക്കും. ഇതാണ് അനേക ആൾക്കാരുടെ തെറ്റെന്നറിയാമോ? ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഇങ്ങനെ ഉരുണ്ട് വരുമെന്ന് വിചാരിക്കുന്നു, കരഞ്ഞിരിക്കുന്ന സമയത്ത് വരുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, ദൈവം അങ്ങനെ ആർക്കും ചുമ്മാ ഒരു കയ്യിലെടുത്ത് തരില്ല. മടിയന്മാർക്ക് തരുന്ന പരിപാടി ഇല്ല. സത്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കൂ. ഈ ലോകത്തിൽ ഓടിക്കൊണ്ട് നടന്നിട്ട് ചുമ്മാ ചടങ്ങ് പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടാൻ പോണില്ല. പോയി കൈവശമാക്കുക, പോയി കൈവശമാക്കുക. ഇത് എഴുതിയിട്ട് നിങ്ങൾ വിശ്വസിക്കണം, കൈവശമാക്കുക. അതിന് കയ്യിൽ പവർ ഇല്ലാത്ത ഒരു മനുഷ്യനും ഒന്നും കൈവശമാക്കാൻ പോകുന്നില്ല. ഈ പവർ രാജാക്കന്മാരുടെ അധികാരമാണ്. അതാണ് യേശു നിങ്ങൾക്ക് നൽകിയത്. രാജകീയ പുരോഹിത വർഗ്ഗം, രാജാക്കന്മാരാവാനുള്ള അധികാരം. നിങ്ങളുടെ നന്മകളെല്ലാം കൊള്ളയടിച്ചത് സാത്താനാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ തിരിച്ചു പിടിക്കേണ്ടി വരും. തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഈ പവറാണ്, ഈ രാജാക്കന്മാരുടെ അധികാരമാണ്. ഈ അധികാരത്തിന് ഓരോ സ്റ്റേജുകളുണ്ട്. എല്ലാവർക്കും ഒരേ അധികാരമായിരണമെന്നില്ല. അപ്പോൾ എനിക്ക് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ അധികാരം നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ ടെറിട്ടറി കുറച്ച് വിശാലമായിരിക്കാം. ആൾക്കാരുടെ ഇടപെടുന്നത് കൊണ്ട്, ആൾക്കാരുടെ ഇടയിലൊക്കെ ഈ വിടുതലുകൾ സംഭവിക്കാനുള്ളത് കൊണ്ട് എന്നെ കുറച്ചുകൂടെ ആ ഒരു തലത്തിലായിരിക്കും ഒരു രാജാവിൻ്റെ പദവിയിൽ നിർത്തുന്നത്. മനസ്സിലാകുന്നോ? പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാത്രമായിരിക്കാം നിങ്ങൾക്ക് ആ പദവി കിട്ടുന്നത്. നിങ്ങളുടെ വീട്ടിൽ മാത്രമായിരിക്കാം. എനിക്കങ്ങനെ വിശ്വസിക്കുന്നില്ല, എവിടെയെങ്കിലും കുറച്ചുകൂടെ കാണും. അപ്പോൾ വീട്ടിൽ മാത്രമായിരിക്കും എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അധികാരമാണ് കിട്ടുന്നത്. നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾ രാജാവായിരിക്കും, ഉറപ്പാണ്. ആ വീട്ടിൽ നിങ്ങൾ അധികാരിയാണ്. അങ്ങനെയെങ്കിൽ ആ വീട്ടിനകത്ത് ഒരിരട്ടിൻ്റെ സാന്നിധ്യത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളാണ് അവിടുത്തെ അധികാരി, നിങ്ങളവിടെ രാജാക്കന്മാരാണ്. നിങ്ങൾ രാജാവെന്ന പദവിയിൽ എപ്പോൾ കയറുന്നോ അന്ന് താഴെയുള്ളവൻ നിന്നെ അനുസരിച്ചേ പറ്റൂ. മനുഷ്യരല്ല ഭർത്താവിൻ്റെ മണ്ടക്കറി, ഭാര്യയുടെ മണ്ടക്കറി, അതല്ലത്. നിങ്ങൾ സ്പിരിച്വലി അധികാരിയാവുമ്പോൾ എവിടെയൊക്കെ സാത്താൻ ബന്ധിച്ചിരിക്കുന്നോ അവിടെ എല്ലാം നിങ്ങൾക്ക് പറയാം പോകാം. മനസ്സിലാവുന്നോ? പുറത്തു പോകൂ എന്ന് പറയാം. ഇത് നിങ്ങളുടെ പവർ കയറുന്നതിനനുസരിച്ച് ശ്രദ്ധിച്ച മനസ്സ്, നിങ്ങളുടെ പവർ കയറുന്ന രാജാവ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എത്രമാത്രം അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടുമോ അതനുസരിച്ചിട്ടാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇത് ഈ വർഷം സംഭവിക്കണം നിങ്ങളുടെ വീടുകളിൽ. അതായത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അശുദ്ധാത്മാവിൻ്റെ ശക്തി എത്രയാണോ അതിൻ്റെ മേലെ വന്നാലും നിങ്ങൾ രാജാവാകും. യഥാർത്ഥ രാജാവാകണമെങ്കിൽ അതിൻ്റെ മേലെ വരണം, അതിൻ്റെ മേലധികാരം. അപ്പോഴാണ് ഈ ശത്രു വിറയ്ക്കുന്നത്. നിങ്ങൾ അതിൻ്റെ കീഴെയാണ്, അതിൻ്റെ കീഴെ ആ ശത്രുവാണ് തലയെടുത്ത് നിൽക്കുന്നത്, നമ്മൾ താഴെയാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച് കർത്താവിനാൽ മാത്രമേ നമുക്ക് അധികാരം കിട്ടുള്ളൂ. കയറി ഇവൻ്റെ മേലെ കയറുമ്പോൾ നിങ്ങൾ അവിടെ രാജാവ്. അതുവരെ ഇവനാണ് രാജാവ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? നിങ്ങളുടെ വീട്ടിൽ രാജാവാരാ? നിങ്ങളുടെ വീട് ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആണോ നീങ്ങുന്നത്? നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നോ? ഫിനാൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ആരോഗ്യ മേഖല നിങ്ങൾ വിദേശിക്കും പോലെയാണോ? നിങ്ങളുടെ സമാധാനം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയാണോ? ദൈവം ഇതെല്ലാം നന്മയാക്കി നൽകിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളെ വീട് ഭരിക്കുന്നത് ആരാ? നമ്മളല്ല. നമ്മുടെ ഇഷ്ടങ്ങളല്ല അവിടെ നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുക. അതിനർത്ഥം അവിടെ മറ്റൊരാൾ രാജാവാണ്. നിങ്ങൾ ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെയാണ് ദൈവം അവിടുത്തെ രാജാവല്ലേ? അല്ല. ഇപ്പോൾ നിങ്ങളുടെ വീടുകൾ ദൈവം രാജാവല്ല, അവിടെ മറ്റൊരു ശക്തി, ഇരുട്ടിൻ്റെ ആധിപത്യം രാജാവായിട്ട് നിൽക്കുന്നു. അവൻ പറയും പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കരയേണ്ടി വരുന്നത്, സങ്കടപ്പെടുന്നത്. ഈ ആധിപത്യം അവസാനിപ്പിക്കണം. അത് ക്രിസ്തുവിലൂടെ വരുന്നൊരു ആധിപത്യം നിങ്ങൾ അവിടെ എടുക്കണം. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ രാജാക്കന്മാരെന്ന പദവിയിൽ എത്തണം, വീട്ടിലെത്തണം. നിങ്ങളുടെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളാവണ്ടേ? ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമായാൽ പോരാ. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ
ആ എത്രമാത്രം ഞാനിങ്ങനെ ഉയർന്നു വരുമോ ആ പ്രോസസ്സിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. ഉയർന്നു അത്ര അനുസരിച്ച് എൻ്റെ ടെറിട്ടറി വിശാലമാവും. ശുശ്രൂഷയുടെ ആൾക്കാരുടെ ജീവിതങ്ങളിലാകും. കർത്താവിനെ ഉദ്ദേശിക്കുന്ന തലം വരെ, നിങ്ങളെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്ന ആ തലം വരെ നിങ്ങൾ ഉയരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പിരിച്വലി ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവാം എന്ന് വിചാരിക്കരുത്. അതാണ് എൻ്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെയാണ് എൻ്റെ ജീവിതം, ഇങ്ങനെയാണ് ഞാൻ പണ്ട് മുതൽ അപ്പൂപ്പനൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, അങ്ങനെ അങ്ങ് ഇരിക്കാനേ പറ്റും. ജയിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യും? വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധീകരിച്ച് വചനം കേട്ട് ഇവിടെ പലർക്കും ഈ സാക്ഷ്യങ്ങളുണ്ട്. അന്നിവിടെ സാക്ഷ്യം പറഞ്ഞ പലരും ഈ പ്രോസസ്സിലൂടെ കടന്നുപോയവരാണ്. 5 വർഷം 6 വർഷം 7 വർഷം. പലരും എന്നെ പരിചയപ്പെടുന്നത് 7 വർഷം മുൻപ് 6 വർഷം മുൻപ്. ഞാനവരെ ശുദ്ധമാക്കിയെന്ന അർത്ഥത്തിലല്ല, അഹങ്കരിക്കുകയല്ല. തകർന്ന ജീവിത സാഹചര്യങ്ങൾ, ഒരു സന്തോഷമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി റെഡിയായി നിന്നവർ 5 വർഷം 6 വർഷം 7 വർഷം എടുത്ത് ഇന്ന് രാജാക്കന്മാരെ പോലെ വാഴുന്ന വീടുകളുണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. ചിലർക്ക് ചുരുക്ക വർഷം, ചിലർക്ക് കൂടുതൽ. കാരണം കൂടുതൽ അശുദ്ധാത്മാക്കളാകുമ്പോൾ അതിനൊക്കെ ജയിക്കണ്ടേ, സമയമെടുക്കും. പക്ഷേ എനിക്ക് മനസ്സിലാക്കി ഇവർ പലരും കാത്തിരുന്നു, പതുക്കെ മൂവ് ചെയ്തു, പറയുന്നത് അനുസരിച്ച് ചോദിച്ച്, നമ്മുടെ അടുത്തൊക്കെ ചോദിച്ച് പഠിക്കും. അങ്ങനെയാണ് പ്രശ്നം, ഇങ്ങനെയാണ്, എന്ത് ചെയ്യണം, അങ്ങോട്ട് എങ്ങനെ പോകണം, ഇവിടെ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഇങ്ങനെ വിഷയം വരുന്നു. കണക്ഷൻ, ഒരു ശുശ്രൂഷകനുമായുള്ള കണക്ഷൻ നിർബന്ധമാണ് ഇതിനെല്ലാം. നല്ല ശുശ്രൂഷകനുമായിട്ട് ഒരു സ്വാർത്ഥതയുള്ള, നമ്മുടെ പരിശുദ്ധത്തിന് അവകാശപ്പെടാൻ പാടില്ലെങ്കിലും പറയാനല്ലേ, നിങ്ങൾക്കൊരു കണക്ഷൻ ക്ലിയർ അല്ല എങ്കിൽ മെൻറ്റർഷിപ്പ് എടുക്കാതെ പോയാൽ, കഴിഞ്ഞ വർഷം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, കയറില്ല. ഉദ്ദേശിക്കുന്ന ലെവലിൽ കയറില്ല. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും കയറില്ല. നിങ്ങൾക്കൊരു ലെവൽ വരെ പോകാം, മുകളിലോട്ട് കയറില്ല. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മുമ്പിലേക്ക് പോകാൻ എങ്ങനെ പറ്റും, എങ്ങനെ മൂവ് ചെയ്യണം, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് ചോദിച്ച് പഠിച്ച് പോകണം. എങ്കിൽ മാത്രം അയാൾ യഥാർത്ഥ രാജാവായിട്ട് വളരൂ. ഇല്ലെങ്കിൽ ഒരുമാതിരിക്ക് തന്നെ പോവാം. ഒരുമാതിരി നിങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക്, നിങ്ങൾ ഉയരത്തിൽ അനുഗ്രഹത്തിലെത്തണമെങ്കിൽ മെൻറ്റർഷിപ്പ് എടുത്ത് തന്നെ പോകണം. നിങ്ങളുടെ ലൈഫ് തുറന്ന് പറഞ്ഞ്, കുറവുകൾ പറഞ്ഞ്, ശുദ്ധമാകണമെന്ന് ആഗ്രഹിച്ച്, എങ്ങനെ പോകണം അച്ഛന്ന് പറഞ്ഞ് അത് ചോദിച്ച് അതനുസരിക്കാൻ തയ്യാറാവണം. അങ്ങനെ മൂവ് ചെയ്യണം. അവരാണ് എത്തുന്നത്. മറ്റത് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. മറ്റത് ഒരു മെൻറ്ററുടെ കീഴിലും പോകാൻ പറ്റും. കീഴിൽ പോകുമ്പോൾ കുറേ അടിമയാണ്. കീഴിൽ പോകുമ്പോൾ നിങ്ങൾ കുറേ അടിമത്വത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ കീഴിലാണ്. അപ്പോൾ അതനുസരിക്കേണ്ടി വരും. പറയണതെല്ലാം അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അത്ര തന്നെ. ഇങ്ങനെ ചെയ്യരുത്, അത് പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്നുള്ള പ്രശ്നം അറിയാമോ? നിങ്ങൾ ചില പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നമ്മൾക്ക് പറയും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പോകും, കർത്താവ് പറയും നോ എന്ന് പറഞ്ഞാൽ നോയാണ്. അപ്പോൾ നിങ്ങളറിയും പറയാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സത്യം, പലരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കറിയാം. പറയാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പറഞ്ഞാൽ നോ പറയും. ആരാ നോ പറയുന്നത്? ദൈവം. അപ്പോൾ നമ്മളെന്ന് കാണും, അതിനേക്കാളും പറയാതെ നമുക്ക് ഇഷ്ടത്തിനങ്ങ് പോകാം. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റത്തില്ല. മെൻറ്റർഷിപ്പിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 100% അയാൾ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വിശ്വസ്തരായിരിക്കണം. ആൾ പറ്റിച്ചുള്ളായിരുന്നു നിങ്ങളെ, അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. അങ്ങനെ നീങ്ങുന്ന പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരെത്തിയിരിക്കും രാജാക്കന്മാരുടെ പദവിയിൽ, ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നിങ്ങൾ സ്വന്തം ബുദ്ധിയിൽ നീങ്ങാം. ഒരു മെൻറ്റർഷിപ്പിൻ്റെ കീഴിൽ പതുക്കെ പഠിച്ച് പതുക്കെ വളരാം. എത്ര വർഷമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങൾ രാജാക്കന്മാരായിരിക്കും. 100% എനിക്ക് ഉറപ്പാണ്. ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് എന്നോട് ഇങ്ങനെ ചേർന്ന് വളരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദൈവത്തോട്, കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നയൊക്കെയാണല്ലോ ഇവരെയൊക്കെ ഒന്ന് വളർത്തിയെടുക്കാൻ. എന്നെക്കാളും മേലെ എൻ്റെ മേലെ അവർ അഭിഷിക്തനാക്കി മാറ്റണേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അതാണ്. എൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാൾ, എൻ്റെ മെൻറ്റർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ, ശുശ്രൂഷയിലല്ല മെൻറ്റർഷിപ്പിൽ കീഴിൽ നിൽക്കുന്ന ഒരാൾ എൻ്റെ മേലെ വരണേ കർത്താവ്. അത് ഞാൻ ഉദാഹരണം എടുത്തത് ഏലിയാവിനെയാണ്. കാരണം ഏലിയാവിൻ്റെ കൂടെ നടന്ന എലീശ പറയുന്നു, നിൻ്റെ ഇരട്ടി ആത്മാവിനെ തരാൻ പറഞ്ഞു. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഞാൻ ഉയരങ്ങളിൽ പോകുമ്പോൾ കാണുമെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടി. അപ്പോൾ ഏലിയാവിനേക്കാളും മേലെയായി ഏലിയാവിൻ്റെ ശിഷ്യൻ എലീശ. ഞാൻ ആ മോഡലാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മേലെ വരട്ടെ, എൻ്റെ മേലെ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ നമ്മുടെ മേലെ വരട്ടെ. അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ എൻ്റെ മെൻറ്റർഷിപ്പിനകത്ത് നിൽക്കുന്ന ഒരാൾ അങ്ങനെ വരണം. അതെൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ സംഭവിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ രാജാക്കന്മാരാവാൻ നിങ്ങൾ ആഗ്രഹിക്കൂ. സമസ്ത ഇരുട്ടുകളെ തോൽപ്പിക്കാൻ തയ്യാറാവൂ. 2025 എവിടെയൊക്കെ നിങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾ സ്ത്രീയാവാം, നിങ്ങൾ പുരുഷനാകാം,
50 വയസ്സുള്ള ആളാവാം, 60 വയസ്സുള്ള ആളാവാം, 80 വയസ്സുള്ള ആവാം, 90 വയസ്സുള്ള ആളാവാം. കാരണം നിങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ഈ മസിൽ പവർ, ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ, സാത്താൻ്റെ കോട്ടകൾ ഇടിപ്പാൻ ദൈവസേന ശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണത്. അത് നിങ്ങളുടെ മസിൽ പവറല്ല, പ്രായത്തിൻ്റെ ഒന്നുമല്ല എടുക്കുന്നത്, നിങ്ങളുടെ അകത്തൊരു ആത്മാവിൻ്റെ ശക്തിയാണ്. നിങ്ങളിത് വിശ്വസിക്കുക. ഞാൻ ഈ പറയുന്നത് എന്താണ്? നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ രാജാവാൻ വിളിക്കപ്പെട്ടവനാണ്, രാജാവാൻ വിളിക്കപ്പെട്ടവളാണ്. ആ പദവിയിൽ ദൈവം എന്നെ എത്തിക്കണേ കർത്താവേ. ഇരുട്ടുകളെ തകർത്തെറിയാൻ എനിക്ക് അഭിഷേകം തരണേ. നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് സംഭവിക്കുമെന്ന് നിങ്ങളുടെ വീടിനകത്ത്. പോയി കൈവശമാക്കൂ സകലതും. സന്തോഷത്തെ പിടിച്ചെടുക്കൂ, സമാധാനത്തെ പിടിച്ചെടുക്കൂ, ആരോഗ്യത്തെ പിടിച്ചെടുക്കൂ, സമ്പത്തിനെ പിടിച്ചെടുക്കൂ. നിങ്ങൾ രാജാക്കന്മാരാണ്. കർത്താവ് തന്നെ അത് പറയുന്നു, രാജകീയ പുരോഹിത വർഗം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 8-9 വചനങ്ങൾ. യോശുവ 10:8-9 വചനങ്ങൾ. യഹോവ യോശുവയോട്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല എന്ന് അരുളി ചെയ്തു. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു. നോക്ക്, യോശുവയുടെ നമ്മൾ പഴയ നിയമത്തിലെ യുദ്ധങ്ങളെല്ലാം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണേ. അത് സ്പിരിച്വൽ വാർഫെയർ ആണ്, നമ്മൾ സ്പിരിച്വലാണ്, അത് ആത്മീക യുദ്ധമാണ്, പ്രാർത്ഥനകളാണ്. നോക്ക്, യോശുവ എങ്ങനെ യുദ്ധം ചെയ്തതെന്ന് വെച്ചാൽ, യോശുവ അവരെ പറയും, നീ ഭയപ്പെടല്ലേ, നീ പേടിച്ചു പോകല്ലേ, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഇതാണ് രാജാക്കന്മാർക്കുള്ള പദവി എന്ന് പറയുന്നത്. പക്ഷേ യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു. രാത്രി മുഴുവൻ. ഇതാ പ്രയർ. രാജാക്കന്മാരാകുന്ന സമയത്ത് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്തോ യുദ്ധം? 5 മിനിറ്റാണോ യുദ്ധം നടക്കുന്നത്? യുദ്ധം എക്സാക്ട്ലി നിങ്ങൾ യുദ്ധത്തെ കൊണ്ടുവരും മനസ്സിനകത്ത്. ഒരു രാജ്യവുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു. ആ രാജ്യത്ത് യുദ്ധം ചെയ്യാനായിട്ടൊരു പട്ടാളക്കാരനെ നിങ്ങൾ അയക്കുന്നു. ആ പട്ടാളക്കാരൻ എത്ര മണിക്കൂർ യുദ്ധം ചെയ്യും? എത്ര മണിക്കൂർ റിലാക്സ് ചെയ്യും? എത്ര മണിക്കൂർ ലാഘവത്തോടെ കിടന്ന് ഉറങ്ങും ആ മനുഷ്യൻ? എങ്കിൽ തീരില്ലേ ഒരു രാജ്യം? രാത്രി പകലാക്കിയാണ് യുദ്ധം ചെയ്യുന്നത്. രാജാക്കന്മാരാണോ നിങ്ങൾ? സ്പിരിച്വൽ വേൾഡ് കിങ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ രാത്രി പകലാക്കി യുദ്ധം ചെയ്യണം. രാത്രി പകലാക്കി യുദ്ധം ചെയ്യാൻ ചങ്കുറപ്പില്ലാത്ത ഒരാൾക്ക് രാജാവാൻ പറ്റില്ല. കിടന്നുറങ്ങി അങ്ങ് സൂഹിക്കുകയാണ്. ശത്രു വീട് കയറി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത സമാധാനം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്തും ആരോഗ്യം നന്മകളും കൊള്ളയടിക്കുകയാണ്. കിടന്നുറങ്ങുകയാണ് മനുഷ്യൻ. ഇവിടെ യുദ്ധം ചെയ്യുന്ന എഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ഉറങ്ങാം. യോശുവ രാത്രി മുഴുവൻ യുദ്ധം ചെയ്യുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ. നിങ്ങളൊരു പട്ടാളക്കാരനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് അവൻ ഉറങ്ങുമോ? കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? യുദ്ധം നടക്കുന്ന സമയം എത്ര ദിവസങ്ങളാണ് ഉറങ്ങാതെ ഇവരൊക്കെ പടവെട്ടെന്ന് അറിയാമോ? അതുപോലെ സ്പിരിച്വൽ വാർഫെയറിന് തയ്യാറാവും. ചില സന്ദർഭങ്ങളിൽ രാത്രി മുഴുവൻ പടവെട്ടു. നടന്ന് പ്രാർത്ഥിക്കൂ. 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ ഫൈറ്റ് ചെയ്യും. എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ സ്പിരിച്വൽ വാർഫെയർ നടക്കുമ്പോൾ ഇങ്ങനെ മണിക്കൂറുകളാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. മണിക്കൂറുകൾ. ഒരു അറ്റാക്ക്, അതിനെ തകർത്തെറിയാൻ, പിശാച് കൊണ്ടുവരുന്ന ഒരു അസുഖത്തെ തകർക്കുവാൻ, ഒരു അസമാധാനത്തെ തകർത്ത് കളയാൻ, ഒരു ടെൻഷനെ തകർത്ത് കളയാൻ ചിലപ്പോൾ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെയാണ്. ചിലപ്പോൾ ദിവസങ്ങളാണ്, ചിലപ്പോൾ ആഴ്ചകളാണ്, ചിലപ്പോൾ 40 ദിവസങ്ങളാണ്. വാർഫെയർ. അതിന് തയ്യാറാവാത്ത ആർക്കും രാജാക്കന്മാരുടെ പദവി കിട്ടില്ല. നിങ്ങൾ തയ്യാറാവണം. ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞു, 2025 നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. എനിക്ക് ജയിക്കണം, എനിക്ക് യുദ്ധത്തിൽ ജയിക്കണം. നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉടൻ ദൈവം തൻ്റെ ദൂതന്മാരെ നിങ്ങൾ കാവലേക്കും. അവർ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മനസ്സിലാവുന്നു? സ്പിരിച്വൽ വേളയിൽ അശുദ്ധാത്മാക്കൾക്ക് നേരെ നമ്മളല്ല യുദ്ധം ചെയ്ത് ദൂതന്മാരാണ്. പക്ഷേ നിങ്ങളുടെ പ്രയറുകളാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ രാജാക്കന്മാരുടെ പദവിയിലെത്തിക്കുന്നതും നിങ്ങൾക്ക് അധികാരം തരുന്നതും ദൂതന്മാരെ റിലീസ് ചെയ്യുന്നതും എല്ലാം അവിടെയാണ്. എത്ര മണിക്കൂർന്ന് നിങ്ങൾ തീരുമാനിക്കണം. യോശുവ രാത്രി മുഴുവനും, വല്ലപ്പോഴൊക്കെ രാത്രി മുഴുവൻ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലപ്പോഴൊക്കെ ഇരിക്കേ, ജോലിക്കില്ലാതെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ രാത്രി മുഴുവൻ അങ്ങ് നടന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇരുന്ന് ഉറങ്ങിപ്പോവും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത്, അങ്ങ് ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നടന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ കാലൊക്കെ വേദനിക്കും. കുഴപ്പമില്ല, പേടിക്കരുത്. യുദ്ധത്തിനകത്ത് കാലുവേദന വരും, യുദ്ധത്തിൽ കൈവേദന വരും, ചിലപ്പോൾ തലവേദന വരും, നടുവേദന വരും. പക്ഷേ യുദ്ധം ചെയ്യുന്നവർ പെയിനോടെ തന്നെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. ഉറക്കം വരുന്ന സമയത്ത് തലയിൽ കൂടെ വെള്ളം ഒഴിച്ച്, കണ്ണിൽ വെള്ളം പലവട്ടം ഒഴിച്ച്, എത്ര പ്രാവശ്യം നമ്മൾ കുളിക്കണമെന്ന് അറിയാമോ? യുദ്ധത്തിൽ എത്ര പ്രാവശ്യം കുളിക്കും നമ്മൾ തലയിൽ കൂടെ വെള്ളം ഒഴിച്ച്? നിങ്ങൾക്ക് അറിയാമോ? പടവെട്ടി യുദ്ധം ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടുന്ന സമയം നമ്മൾ രാജാക്കന്മാരായി മാറാൻ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉറക്കം വന്നു, അങ്ങനെ പോയാൽ തീർന്നു. ഉറക്കം വരുന്നു, ഇരുന്നാൽ ഉറക്കം. അതുകൊണ്ട് വെള്ളം കോരി ഒഴിക്കണം, കണ്ണിൽ കൂടെ ഒഴിക്കണം. എനിക്ക് ജയിച്ചേ പറ്റൂ. ജയിക്കാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ നിനക്ക് ജയിക്കാം. മനസ്സിലാകുന്നോ? ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത വരും, പെയിൻ വരും, ശരീരത്തിന് നടുവിന് വേദന വരും, കാലുവേദന വരും. അപ്പം ചില സന്ദർഭങ്ങളിൽ കിടന്ന് പ്രാർത്ഥിക്കും. യുദ്ധം ചെയ്തിട്ടേ തിരിച്ചു വരൂ. മണിക്കൂറുകൾ നിന്നിട്ടേ ജയിച്ചിട്ടേ മടങ്ങി വരൂ.
തോൽപ്പിക്കാൻ ചങ്കുറപ്പില്ലാത്തവൻ ഒരിക്കലും രാജാവാവില്ല. ടെറിട്ടറികൾ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അവൻ ഓരോ യുദ്ധം ചെയ്തിട്ടാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഓരോ വിഷയങ്ങൾ എടുക്കും. നിങ്ങൾ സാമ്പത്തിക പ്രശ്നമാണോ, ആരോഗ്യ പ്രശ്നമാണോ, മക്കളെക്കുറിച്ചുള്ള പ്രശ്നമാണോ, ജയിക്കാൻ തയ്യാറാവും. അതിന് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്, സ്പിരിച്വൽ ഹെൽപ്പ് ആവശ്യമാണ്, നമ്മുടെ ഹെൽപ്പ് ആവശ്യം വരും, വചനത്തിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ റെഡിയാണോ ജയിക്കാൻ? എന്നാൽ നിങ്ങൾ തയ്യാറാവുക. ഉറപ്പായിട്ട് നിങ്ങൾ ഈ വർഷം ജയിച്ചിരിക്കും. സംഖ്യാപുസ്തകം 33:3. സംഖ്യാപുസ്തകം 33:3. 1-ാം മാസം 15-ാം തീയതി അവർ റമസേസിൽ നിന്ന് പുറപ്പെട്ട് പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാണുകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഇതാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞത്, യുദ്ധസന്നദ്ധരായി പുറപ്പെടുന്നതാണ്. അതായത് ചുമ്മാ പാവം പോലെ ഇരിക്കാനല്ല, അയ്യോ കർത്താവ് നടത്തും എന്ന് പറഞ്ഞിങ്ങനെ ഉണങ്ങി ഇരുന്ന് പോകാനൊന്നുമല്ല. യുദ്ധസന്നദ്ധരായി പുറപ്പെടൂ. പ്രതികൂലങ്ങൾ വരും, പേടിച്ചു പോകല്ലേ, യുദ്ധം ചെയ്യണം. പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ യുദ്ധം ചെയ്യണം. പ്രാർത്ഥനയിലാണ്, ഉപവാസത്തിലാണ്. ഭക്ഷണം കഴിക്കാതെ യുദ്ധം ചെയ്തു. എന്താണ്? സ്പിരിച്വൽ വേൾഡിനകത്ത് ദൂതന്മാർ ഇറങ്ങുക സമയത്ത് അതുകൊണ്ടാണ് ഉപവസിച്ചിരിക്കുന്നത്. അതൊരു യുദ്ധക്കളമാണ്. വേദനകളൊക്കെ വരും, പക്ഷേ യുദ്ധസന്നദ്ധരെ പുറപ്പെടൂ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3-4 വചനങ്ങൾ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3-4 വചനങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരല്ലേ. നമ്മളിങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് ജോലി ചെയ്ത് അങ്ങനെ ചെയ്ത് ഇത് ജഡത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ജഡത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു കാരണവശാലും സ്പിരിച്വൽ വേൾഡിൽ നിങ്ങൾ ജയിക്കത്തില്ല. ഞാൻ ആത്മാർത്ഥമായി പറയാം, നിങ്ങൾ ജഡത്തിൻ്റെ കാര്യങ്ങളെ ചുരുക്കണം. എമർജൻസികളെ, ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ ജഡത്തിൽ. അതായത് ഇപ്പോൾ നമുക്കൊരു ജോലിയുണ്ട്, നിങ്ങളൊരു അധ്യാപകനാണ്. ഇത്ര സമയത്ത് അവിടെ സ്കൂളിൽ എത്തണം, ഇത്ര സമയം സ്കൂളിൽ ജോലി ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. അത് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം. എത്ര എമർജൻസിയായ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ എടുക്കാവൂ, മറ്റു കാര്യങ്ങൾ ചുരുക്കിയെടുക്കണം. അതുപോലെ അവിടെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണം. നമ്മൾ വീഡിയോസ് കാണുന്നത് എമർജൻസി അല്ല എന്നുണ്ടെങ്കിൽ തുടരരുത്. ഫേസ്ബുക്ക് എമർജൻസി ആണോ? നിൻ്റെ ലൈഫിന് എമർജൻസി ആണോ? നിൻ്റെ ജോലിക്ക് എമർജൻസി ആണോ? വെറുതെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി എടുക്കരുത് ആ സാധനങ്ങളൊന്നും. നിങ്ങൾ രാജാക്കന്മാരാവില്ല, നിങ്ങളൊരു അടിമകളായി കിടക്കും. എന്നും സാത്താൻ്റെ അവൻ്റെ അടിമത്വത്തിലാണ് ഈ സാധനങ്ങളെല്ലാം കിടക്കുന്നത്. പല വീഡിയോസിനകത്ത് പലരും അടിമകൾ, പല സീരിയലിന് പലരും അടിമകൾ, സിനിമകൾക്ക് പലരും അടിമകളാണ്. അടിമയാവല്ലേ, ദൈവത്തിൽ സ്വതന്ത്രമാകൂ. ഞാൻ ഇത് അടിമയല്ല എന്ന് പറഞ്ഞ് വാശിയോടെ നിങ്ങളുടെ ടൈം സെറ്റ് ചെയ്യണം. വെറുതെ എവിടെയെങ്കിലും പോയി സംസാരിച്ചെടുത്ത് സമയം കളയരുത്. അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല. നിങ്ങളുടെ സമയം കൊന്ന് നിങ്ങൾ രാജാക്കന്മാരാകേണ്ടതിന് പകരം നിങ്ങൾ അടിമകളാക്കാൻ സാത്താൻ്റെ തന്ത്രങ്ങളാണതെല്ലാം. മനസ്സിലാകുന്ന സമയം വളരെ സൂക്ഷിക്കൂ. പ്രാർത്ഥനയുടെ സമയങ്ങൾ മാക്സിമം പിടിച്ചെടുക്കണം. നിങ്ങൾ മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂർ കുടുംബ പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, ഒറ്റയ്ക്ക് വാർഫയർ ചെയ്യണം, ഒറ്റയ്ക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ കുറച്ച് ആത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് പ്രാർത്ഥന വന്നാൽ നിങ്ങൾ രാജാക്കന്മാരാകാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 18-19. ലൂക്കോസ് സുവിശേഷം 10:18-19. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇതാണ് കർത്താവ് നൽകിയത്. സകല ബലത്തെന്നാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം. അതാണ് രാജാക്കന്മാരുടെ അധികാരം. ഒരു ശക്തികൾക്ക് നിന്നെ തോൽക്കുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഈ വിശ്വാസം നമ്മളിലേക്ക് വരും. എന്ന് പറയാൻ നാളെ രാവിലെ പാമ്പിനെ ചവിട്ടാൻ പോയാൽ നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്മൾക്ക് അധികാരമില്ല. കാരണം നിങ്ങൾ രാജാക്കന്മാരായാലല്ലേ അധികാരം വരും. ചുമ്മാ കിട്ടുമോ? പ്രജയായിട്ട് താഴെ കിടക്കണേ, ഞാൻ എന്താ ചവിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചവിട്ടി അടിയിട്ടും. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന അധികാരം അനുസരിച്ച് മാത്രമേ ഓരോന്നിനും ചവിട്ടാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് അത് വരണമെങ്കിൽ ഒന്ന് വിശുദ്ധ ജനമാവണം. വിശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ്റെ അകത്തോട്ട് അനോയിന്റിങ് ഇറങ്ങി വരില്ല. അങ്ങ് വന്നാൽ തന്നെ അത് സാത്താനായിരിക്കും. വിശുദ്ധിക്ക് വേണ്ടി മല്ല് പിടിക്കുന്ന ആളായിരിക്കണം. വിശുദ്ധിക്ക് ആഗ്രഹിക്കുന്നത്, വിശുദ്ധൻ എന്നുള്ള പദവി പറയാൻ പാടില്ല, കാരണം തെറ്റുപറ്റാം. പക്ഷെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. അവനെ കർത്താവ് സഹായിച്ചുകൊണ്ടേയിരിക്കും. അവരിലേക്കാണ് ഈ അഭിഷേകം വരിക, അനോയിന്റിങ് വരുന്നത്. അവരിലേക്കാണ് ഈ അധികാരം കൊടുക്കുന്നത്. അവർക്കേ ജയിക്കാൻ പറ്റുള്ളൂ. അവർ രാജാക്കന്മാരെന്ന പദവിയിലേക്ക് നടന്ന് കയറാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക, കർത്താവ് എനിക്കും ഇതിനെ തോൽപ്പിക്കണം, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെ പരാജയപ്പെടുത്തണം, ഇരുട്ടിന് എനിക്ക് എനിക്ക് ജയിക്കണം, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് ഉയരണം, എൻ്റെ കുഞ്ഞുങ്ങൾ ഉയരണം, അതിനുവേണ്ടി ഞാൻ ജയിക്കണം എന്ന് നിങ്ങൾ വാശി കാണിക്കണം. വാശി കാണിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് റാങ്ക് കയറ്റി നിങ്ങളുടെ അധികാരിയായിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റും. എല്ലാ ശക്തികളും, എത്ര വൻ ശക്തി നിങ്ങൾ പേടിച്ചു പോകല്ല കേട്ടോ. വീട്ടിനകത്ത് എത്ര വൻ ശക്തിയോ, എത്ര തകർച്ചയോ, എത്ര കഷ്ടതയോ, എത്ര ശോധനയോ പേടിച്ചു പോകരുത്, പേടിക്കരുത്. നിങ്ങളെ ദൈവം ധൈര്യത്തോടെ നിന്നാൽ ഉയർത്തും, അതിൻ്റെ മേലെ ഉയർത്തും, അതിൻ്റെ മേലെ ഉറപ്പാണ്.
റോമർ എഴുതിയ ലേഖനം 16:20. റോമർ 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അതെ, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയും. നിങ്ങൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജാക്കന്മാരാക്കി മാറ്റണേ കർത്താവ് എന്നെയും, വിശുദ്ധനാക്കി മാറ്റണേ കർത്താവ് എന്നെയും, അങ്ങയുടെ പദവിയിലേക്ക് ഉയർത്തണേ കർത്താവ്, ഈ അശുദ്ധ ശക്തികൾക്ക് മേലെ ചവിട്ടുവാൻ എനിക്ക് അധികാരം തന്നിട്ടുണ്ടല്ലോ കർത്താവ്, എനിക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ ഈ ഇരുട്ടിനെ തോൽപ്പിക്കാനുള്ള പവർ നിങ്ങളുടെ മേൽ വരും. തോറ്റു പോവല്ലേ ജീവിതത്തിനകത്ത്, സങ്കടങ്ങൾ കണ്ട് വീണ് പോവല്ലേ. ധൈര്യത്തോടെ ഈ വാക്കെടുത്ത് പറയണം, ധൈര്യത്തോടെ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ഉപവാസങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമായ ഒരു പ്രാർത്ഥനകൾ, വചനധ്യാനം നിർബന്ധമാണ്. വചനം കേൾവി, അറിവ് വേണം. രാജാക്കന്മാരുടെ പദവിയിൽ എത്താനായിട്ട് അയാൾക്ക് വേണ്ടത് സ്ട്രാറ്റജീസാണ്. അതായത് എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ ഇവിടെ പോരാടും, എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ചുമ്മാ ഹാൻഡിൽ ചെയ്ത് നടക്കത്തില്ലത്, ചുമ്മാ അങ്ങ് ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയാൽ അത് അവിടെ ഒരു അശുദ്ധാത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സമ്പത്തിനെ കൊള്ളയടിക്കുന്ന പിശാച് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മാത്രം ബുദ്ധിയിൽ സ്ട്രാറ്റജി എടുത്താലും അത് പരാജയപ്പെടും, ഉറപ്പാണ്. എത്ര ബുദ്ധിയിൽ നിങ്ങൾ അധ്വാനിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ലത്, അത് കൊണ്ടുപോകും, പിശാച് കൊണ്ടുപോകും. ആ സ്ട്രാറ്റജി മനസ്സിലാക്കണം. ഇവൻ എങ്ങനെ വെട്ടണം, മനസ്സിലായി? ഫിനാൻസിനെ ബാധിച്ച് വെച്ചിരിക്കുന്ന പിശാചിനെ എങ്ങനെയാണ് വെട്ടേണ്ടത്, അതിനെ തോൽപ്പിക്കാനുള്ള തത്വങ്ങൾ എന്താണ്, മനസ്സിലായി? ഈ സ്ട്രാറ്റജീസ് പഠിക്കാതെ മുമ്പിലോട്ട് ഒരടി പോലും കാൽ വയ്ക്കരുത്. എങ്കിൽ നിങ്ങൾ വയ്ക്കുന്നത് വീണ്ടും പൈസ കൊണ്ടുപോകുന്നല്ലാതെ ഒരു യൂസ് ഉണ്ടാവില്ല. സ്ട്രാറ്റജീസ് അനേകം ആൾക്കാർ വിഡ്ഢികളായി പോകുന്നു എന്നുള്ളതാണ്. എത്ര അറിഞ്ഞാലും മനസ്സിലാവാതെ വണ്ണം വിഡ്ഢിത്തം ചെയ്യരുത്. £1 വിലയുണ്ട് നിങ്ങൾക്ക്, കൊടുക്കരുത് പിശാചിന്. സ്ട്രാറ്റജീസ് പഠിക്കൂ. അതിനാണ് മെൻറ്റർഷിപ്പ് വേണ്ടി വരും. നമുക്ക് ഡയറക്റ്റ് അറിയില്ലെങ്കിൽ അറിവുള്ള ആളുകൾ അറിവ് നേടിയേ പറ്റൂ. എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഫിനാൻസ് മേഖലയിൽ ഒന്നാമത്തെ തത്വം ദശാംശമാണ്. ആ മേഖലയിൽ സാത്താൻ നിങ്ങളെ തൊട്ടാൽ കയറില്ല. നിങ്ങൾ എത്ര നിങ്ങൾ സമ്പാദിച്ചാൽ നിൽക്കില്ല. ഒന്നാമത്തെ അടി അവന് കൊടുക്കേണ്ടത് വചനം വെച്ചിട്ടാണ്. വചനം പറയുന്നത് ഞാൻ അനുസരിക്കും, അതിലാണ്. ഈ വെട്ട് വെട്ടിയിട്ട് വേണം കയറാൻ. അപ്പോൾ ആദ്യ അടി അവൻ്റെ കാലി വീഴും, ആദ്യ അടി. പിന്നെ അടുത്ത സ്റ്റെപ്പുകൾ മൂവ് ചെയ്യണം. കാരണം എനിക്കൊന്നും പറയാൻ സമയമില്ല, എപ്പോഴെങ്കിലും ഫിനാൻസിനെ പറ്റി സംസാരിക്കുമെന്നൊക്കെ പറയാം. സ്ട്രാറ്റജീസ് അറിഞ്ഞ് മൂവ് ചെയ്യണം. അതിനെ പഠിച്ച്, അത് അറിയുന്നുകൊണ്ട് ചോദിച്ച് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ മേഖലകൾ ജയിക്കും. ആരോഗ്യ മേഖല, ചില വീടുകളിൽ എപ്പോഴും അസുഖങ്ങളാണ്, ഒന്നിനു പറയും വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ആരോഗ്യത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവാണ്, അശുദ്ധാത്മാവാണ്. സത്യം. ഈ അടുത്തിടയ്ക്ക് ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രോഗങ്ങളാണ്, പല രോഗങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്ന ഒരാൾ. അപ്പോൾ ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ്. സ്വപ്നമായനോ ദർശനമാണോ? അപ്പോൾ ആ സ്വപ്നത്തിൽ കാണുന്നത് ഒരു മെഡിക്കൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പേപ്പറാണ്. ഒരു പ്രിസ്ക്രിപ്ഷൻ പേപ്പർ. അതിനകത്ത് ഇങ്ങനെ ഡോക്ടർമാർ എഴുതിയിരിക്കുമല്ലോ, മെഡിസിനൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കും. നമുക്കൊന്നും വായിക്കാൻ പറ്റത്തില്ല ഡോക്ടേഴ്സ് എഴുതുന്നത്. നമ്മൾ ഒരിക്കലും വായിക്കരുതെന്ന അർത്ഥത്തിലാണ് എഴുതുന്ന പോലെയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പം ഈ എഴുതിയിരിക്കുന്ന എനിക്കൊന്നും മനസ്സിലാവണില്ല എന്തോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡോക്ടേഴ്സിൻ്റെ എഴുത്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊരു ഡോക്ടറുടെ കുറിപ്പാണ്. ഒന്നും മനസ്സിലാവുന്നില്ല, രീതിയൊന്നും മനസ്സിലാവില്ല. പക്ഷേ അറ്റത്ത് വലതുവശത്ത് ഒരൊറ്റ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു മലയാളത്തിൽ രോഗാത്മാവ് 1 2 3 4 ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് അതിലെന്തോ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയില്ല, അതെനിക്ക് മറഞ്ഞിരുന്നു. അത് എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷേ രോഗാത്മാവാണ്. അത് ഡോക്ടർ എഴുതിയിരിക്കുകയാണ്, കുറേ കാര്യം എഴുതിയിട്ട് ഇവിടെ രോഗാത്മാവാണ്. ശരിക്കും അത് രോഗമല്ല അയാളിലുള്ളത്. ആ വ്യക്തിക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നതാണ്, അയാൾക്ക് രോഗാത്മാക്കളാണ്, അത് ഒന്നല്ല. മനസ്സിലായി? അതാണ് 1 2 3. ആ വ്യക്തിക്ക് രോഗാത്മാക്കളാണ്. അതിനെ നിങ്ങൾ എത്ര ചികിത്സിച്ചാലും മാറില്ല. മനസ്സിലായോ? സ്ട്രാറ്റജി അറിയണം, ഇതെങ്ങനെ മാറ്റണം, ഈ രോഗാത്മാവിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യണം. അത് യുദ്ധം ചെയ്യാൻ ചങ്കുറപ്പുള്ള രാജാക്കന്മാർ വേണം അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ശുശ്രൂഷകരെ കൊണ്ടുവരുന്നത്. രാജാക്കന്മാരായ ശുശ്രൂഷകന്മാരെ കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മതിയെന്നാണ്. സഹായം കിട്ടട്ടെ, ശുശ്രൂഷകരുടെ സഹായം നേടേണ്ടി വരാം ചിലപ്പോൾ, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? കീഴിൽ നിൽക്കണം, ഒരു മെൻറ്ററിൻ്റെ കീഴിൽ വരണം. അപ്പോൾ കർത്താവ് പറഞ്ഞു തരും, ശുശ്രൂഷകനിലൂടെ പറഞ്ഞു തരും, ഉപദേശങ്ങൾ തരും. അതിലൂടെ മൂവ് ചെയ്യുമ്പോഴേ നിങ്ങൾ വിടുതൽ പ്രാപിക്കുള്ളൂ. രോഗത്തിൻ്റെ അശുദ്ധാത്മകളെ തോൽപ്പിക്കാൻ സ്ട്രാറ്റജീസ് വേറെയാണ്, ഫിനാൻസ് വേറെ, കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, അതിന് ഓരോ കുടുംബത്തിനകത്തും വ്യത്യസ്തമായ അശുദ്ധാത്മാക്കളാണ് ഇരിക്കുന്നത്. അതിന് ഓരോ സ്ട്രാറ്റജി ഉണ്ട്, എങ്ങനെ മൂവ് ചെയ്യണം. അത് പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യണം. സ്വന്തം ബുദ്ധിയിലാണ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് പലതും അങ്ങനെയൊക്കെ പോകുന്നത്. നമ്മുടെ കഴിവിലെടുക്കരുത്, ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് അതിൻ്റെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കി മൂവ് ചെയ്യണം. ചാടി ഇറങ്ങരുത് ഒന്നിനും. മക്കളുടെ കാര്യങ്ങൾ, അനേകം ആൾക്കാർ മക്കളെ പറ്റി ഭാരപ്പെടുന്നു. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത്? അതിനുവേണ്ടി കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, അടി ബഹളം ഉപദേശം, അത് ചപ്പർ ഒന്നും നടക്കണില്ല ഈ കാലഘട്ടത്തിൽ. ഏറെ പ്രയാസം. സ്ട്രാറ്റജീസ് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? അത് ദൈവസന്നിധി കിട്ടിയേ പറ്റൂ.
അതിന് എങ്കിലും നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രിയമുണ്ട്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി. രാജാക്കന്മാർ ആ സ്ട്രാറ്റജി മനസ്സിലാക്കി തന്നെ മൂവ് ചെയ്യണം. അതിന് വചനത്തിൽ കീഴ്പ്പെട്ടിരിക്കണം, ആരാധന മുടക്കാതിരിക്കണം, വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, മെൻറ്റർഷിപ്പിൻ്റെ കീഴിനകത്ത് വരണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ പുരോഹിതന്മാരാണ്. ഒന്ന്, നിങ്ങൾ വിശുദ്ധ ജനമാണ്. രണ്ട്, നിങ്ങൾ രാജാക്കന്മാരാണ്. മൂന്ന്, നിങ്ങൾ പുരോഹിതന്മാരാണ്. പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ എന്താണ്? ഞാൻ വേദഭാഗം എടുത്ത് വായിക്കുന്നില്ല. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിനകത്ത് 19-ാം അധ്യായം മുതൽ വായിക്കുന്ന സമയത്ത് പൗരോഹിത്യത്തിലേക്കുള്ള ഒരു പ്രവേശനം കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എപ്പോഴും വായിച്ചു നോക്കാം. നിങ്ങൾ വായിച്ചിട്ടുള്ള സംഗതികളായിരിക്കാം. അതിനകത്ത് മോശയോട് പുരോഹിതനെ നിയമിക്കൂ എന്ന് പറയുന്നുണ്ട്. പുരോഹിതന്മാരെ നിയമിക്കൂ, അഹരോനെയും അവൻ്റെ തലമുറയും പൗരോഹിത്യത്തിൽ നിയോഗിക്കൂ. എന്നിട്ട് അവർക്ക് പ്രത്യേക വിശുദ്ധ വസ്ത്രം കൊടുക്കുന്നു. അവർ ആ വസ്ത്രം എങ്ങനെയൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ മുത്തുകൾ, നൂലുകൾ, കുറേ സംഭവങ്ങൾ കൊടുത്തിട്ട് ഒരു പുരോഹിതനെ രൂപപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ പുരോഹിതൻ തന്നെ വിശുദ്ധീകരിക്കണം, അദ്ദേഹത്തെ വിശുദ്ധീകരിക്കണം, വിശുദ്ധനാക്കി മാറ്റണം. ഈ പുരോഹിതൻ ദൈവസ്ഥലിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളായിരിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ശുശ്രൂഷകനാണ് പുരോഹിതൻ. ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു പുരോഹിതനാണ്, രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങളെല്ലാവരും ആ കാറ്റഗറിയിലുള്ളവരാണ്. അപ്പോൾ പുരോഹിതൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞ പോയിന്റ് പുരോഹിതനുള്ള എന്ത്? വിശുദ്ധി. വിശുദ്ധി ഇല്ലാതെ ആർക്കും പുരോഹിതൻ പദവിയിലെത്താം. അപ്പം നിങ്ങൾ പുരോഹിതന്മാരാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിശുദ്ധിയാണ്. വിശുദ്ധിയുള്ള പുരോഹിതൻ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. വിശുദ്ധിയുള്ള ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ ദൈവിക ശുശ്രൂഷയ്ക്കകത്താവുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. അതായത് നിങ്ങളുടെ കുഞ്ഞിനൊരു എന്താ പറയുക, ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ മകനൊരു പ്രശ്നം ശരിയാവുന്നില്ല, കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒരു പോരാട്ടമാണ്, അതെല്ലാം പൈശാചിക പോരാട്ടങ്ങളുണ്ട്. അപ്പോൾ ആ മകന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധിയിൽ. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈ പ്രോസസ്സ് നിങ്ങൾ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിനെ സമർപ്പിച്ചിട്ട് നിങ്ങൾ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെ എത്തി? നിങ്ങൾ ദൈവസന്നിധി കയറി അവിടെ ചെന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കണം. മകൻ്റെ വിശുദ്ധീകരണം, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ശരിക്കും നിങ്ങളൊരു ശുശ്രൂഷ ചെയ്യുകയാണ്. അതായത് യേശുവിൻ്റെ ശുശ്രൂഷ എന്താണ്? സാത്താൻ്റെ തല തകർത്തു എന്നുള്ളതാണ്. പാപത്തിൻ്റെ തല തകർക്കുക, സാത്താനെ തോൽപ്പിച്ചു. അതാണ് യേശുവിൻ്റെ ഡ്യൂട്ടി. അതേ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ദൈവമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും അതേ ഡ്യൂട്ടിയാണ്. നമ്മൾ പാവങ്ങളെ സഹായിക്കുന്ന പരിപാടി ഇല്ലിത്. അതൊക്കെ നിസ്സാര കാര്യമാണ്. ആൾക്കാർ അതൊക്കെ വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളെ സഹായിക്കുക, വീട് വെച്ചു കൊടുക്കുക, അതൊക്കെ ചെറിയ കാര്യമാണ്, ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സാധനം ആർക്കും പറ്റാത്തത്. ഇരുട്ടിൻ്റെ ആത്മാക്കളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. അത് മനസ്സിലാക്കുക. ഒരു കുഞ്ഞിനെ പിടിച്ചു കെട്ടിയിരുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന് അവനെ വിടുവിക്കേണ്ട ഉത്തരവാദിത്വം സത്യത്തിൽ ആർക്കാ? ദൈവത്തിനാണ്. മനസ്സിലാക്കണം. കാരണം അവനെ പിടിച്ചിരിക്കുന്ന സാത്താനായതുകൊണ്ട് അവനെ തോൽപ്പിച്ചത് യേശുക്രിസ്തു കാൽവരിക്കുരിശിലാണ്. അവൻ്റെ ആധിപത്യത്തെ അവസാനിപ്പിക്കാൻ യേശുക്രിസ്തു പ്രത്യക്ഷനായത്. അപ്പോൾ യേശുവിൻ്റെ ദാഹമാണ് ആ കെട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നുള്ളത്. നിങ്ങളെക്കാളും മനസ്സിലാവുന്നു. നിങ്ങളെക്കാളും ദൈവത്തിന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മകനെ ആ ബന്ധനത്തിൽ പുറത്തു കൊണ്ടുവരും. യേശു ഇങ്ങനെ ജാഗ്രതയോടെ നിൽക്കണം, രക്ഷപ്പെടുത്തണം. അപ്പോൾ കർത്താവിന് ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്. കർത്താവ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് കർത്താവ് ഇടിവിൽ ശുശ്രൂഷകരെ നിർത്തിയത്. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ടുവരാൻ മോശ വേണം, അഹരോൻ വേണം, യോശുവ വേണം, ഇടിവിൽ ആൾ വേണം. അപ്പോൾ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇടിവിലൊരാൾ വേണം. അപ്പോൾ അതിനൊരമ്മ, അതിനൊരപ്പൻ, അവരെ ദൈവം വയ്ക്കും. ദൈവം പറയുന്നത് എൻ്റെ മകൻ, നിങ്ങൾ അത് അങ്ങനെ എടുക്കണം. ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മകളല്ലത്, നിങ്ങളുടെ മകനല്ല. ഞാൻ ഈ മക്കളുടെ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, എടുത്ത് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ മകനായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ എടുക്കരുത്. നിങ്ങളുടെ മകളായിട്ടല്ല എടുക്കേണ്ടത്. ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ പൈതലാണ്. ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുക. നിന്റെ മകൻ നീ എനിക്ക് ദാനം ചെയ്തു, നിന്റെ മകൾ. അപ്പോഴാണ് നമുക്കൊരു കുഴപ്പം. നേരെ ചൊവ്വയാണോടാ നീ വളർത്തിയതെന്ന് ചോദിക്കും. എൻ്റെ പൈതലിനെ ഞാൻ നിന്റെ കൈ തന്നു, എന്നിട്ട് നീ നേരെ ചൊവ്വ വളർത്തിയോ? നീ വചനം പഠിപ്പിച്ചോ? നീ പ്രാർത്ഥന പഠിപ്പിച്ചോ? വിശുദ്ധി പഠിപ്പിച്ചോ? എത്ര ദിവസം നീ എൻ്റെ കൂടെ ഇരുന്നു? എത്ര ദിവസം നന്നായിട്ട് നീ വളർത്തി? ആ ചോദ്യത്തിന് അപ്പൻ മറുപടി കൊടുക്കേണ്ടി വരും, അമ്മ മറുപടി കൊടുക്കേണ്ടി വരും. എൻ്റെ പൈതൽ, കർത്താവ് പറയും, എൻ്റെ മകനല്ലടാ ഞാൻ നിനക്ക് തന്നേ, എൻ്റെ മകളല്ല നിനക്ക് തന്നെ സൂക്ഷിക്കാനായിട്ട്. നീ സൂക്ഷിച്ചോ? എന്ത് ചെയ്തു നീ? കുഞ്ഞുങ്ങൾ നശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ മാതാപിതാക്കളാണ്. ഒരു സംശയം വേണ്ട. പല ആവർത്തി കർത്താവ് നമുക്ക് തന്ന ദൂതാണ് മാതാപിതാക്കളാണ്. ആ തെറ്റേറ്റ് പറയണം. കർത്താവ് ഞാൻ നന്നായിട്ട് നോക്കിയിട്ടില്ല, വചനം പഠിപ്പിച്ചിട്ടില്ല, പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല, വിശുദ്ധി പഠിപ്പിച്ചിട്ടില്ല, നല്ല മോഡൽ അപ്പനല്ലായിരുന്നു ഞാൻ. തിരിഞ്ഞു നോക്ക്. മാതാപിതാക്കൾ തന്നെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കൂ. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവത്തിനാണ്. കാരണം സാത്താൻ്റെ പിടിയിലാണ്. അപ്പം നിങ്ങൾ ഒരപ്പൻ ഒരമ്മ തന്നെ വിശുദ്ധീകരിച്ച് പാപങ്ങളേറ്റ് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പുരോഹിത ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ്.
ഏത് ശുശ്രൂഷ? പിശാചിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ മോചിപ്പിക്കുന്ന ശുശ്രൂഷ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ നിങ്ങൾ പറയും ശുശ്രൂഷ എന്ന് പറയും. കാരണം അയാൾ എൻ്റെ ആരുമല്ല. നിങ്ങൾ പലരും എൻ്റെ ആരുമല്ല. എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് എൻ്റെ ആവശ്യം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ ശുശ്രൂഷ. അങ്ങനല്ല. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷയാണത്. അത് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയാണ്. കാരണം അത് സാത്താനെതിരെയുള്ള പോരാട്ടമാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ കർത്താവിൻ്റെ പൈതലിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവ് ഈ ഗണത്തിൽ നിങ്ങൾ എടുക്കും. നിങ്ങൾ മനസ്സിലാവുന്നോ? അതേ പരിഗണന നിങ്ങൾക്ക് ദൈവം തരും. ഒരമ്മയെ നോക്കി പറയും അവൾ ശുശ്രൂഷ ചെയ്യുന്നു, അപ്പനെ നോക്കിയാൽ ശുശ്രൂഷ. നിങ്ങൾ ഈ ചിന്ത മനസ്സിൽ വരണം, കർത്താവിൻ്റെ പൈതലിന് വേണ്ടി. അല്ല നിൻ്റെ മോൻ, എൻ്റെ മോൻ, എൻ്റെ മോൾ. അതാണ് വലിയ കുഴപ്പം. അതുകൊണ്ടാണ് സങ്കടം കൂടുതൽ. എന്നും ഭാരമാണ്, എൻ്റെ പിള്ള, എൻ്റെ പിള്ള. അടുത്ത് കള. കർത്താവിൻ്റെ പൈതൽ കർത്താവ് നോക്കും. പക്ഷേ എൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യണം. ഏത്? പൗരോഹിത്യ ശുശ്രൂഷ. അപ്പോൾ കർത്താവിൻ്റെ തലത്തിലോട്ട് കയറി ഈ ശുശ്രൂഷ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഇടിവിൽ നിന്ന് പാപപരിഹാരയാഗം അർപ്പിച്ച് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. ക്ഷമിക്കണേ കർത്താവേ, പൊറുക്കണേ എന്ന് പറഞ്ഞ് പുരോഹിതൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി, അയൽവക്കക്കാരന് വേണ്ടി, ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യാം. എത്രമാത്രം നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമോ അത്രയും ദൈവം നിങ്ങളെ സ്നേഹിക്കും. പൗരോഹിത്യം നിങ്ങൾക്കുള്ളതാണ്. പുരോഹിതനാണ് നിങ്ങൾ. കയറണം. ആ പൗരോഹിത്യത്തിൻ്റെ ആ ഉന്നത സ്ഥലത്തേക്ക് നിങ്ങൾ വരണം. വിശുദ്ധിയോടെ വേണം കയറാൻ. മനസ്സിലാവുന്നോ? വിശുദ്ധിയുടെ വസ്ത്രം അണിഞ്ഞ് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും വിശുദ്ധമാക്കപ്പെടണം എന്നാണ്. ആ വിശുദ്ധിയിൽ നിന്ന് വേണം ദൈവത്തിൻ്റെ അടുക്കൽ. ഇല്ല, കിട്ടത്തില്ല. അതുകൊണ്ടാണ് പലരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മക്കൾ നന്നാവാത്തത്. കാരണം വിശുദ്ധിയുടെ പദവിയിൽ അവർ കയറിയിട്ടില്ല. അവരുടെ പ്രാർത്ഥന ശുശ്രൂഷയല്ല, ചുമ്മാ ജൽപ്പനം മാത്രമാണ്. അതിൽ കയറണം. പുരോഹിത വർഷം. പുരോഹിതൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവർ ജനത്തിന് ശരിയായ ഉപദേശങ്ങൾ കൊടുക്കുന്നവരാണ്. ശരിയായ ഉപദേശം. അപ്പം നിങ്ങൾ പുരോഹിത ശുശ്രൂഷയ്ക്കകത്ത് കയറുമ്പോൾ നിങ്ങളുടെ നാവിനകത്ത് ശരിയായ ഉപദേശം ഉണ്ടാവണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കണം. എന്ത്? നല്ല ഉപദേശങ്ങൾ, വചനാടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കണം. അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നുമല്ല. ഇതാണ് ഏറ്റവും വലിയ വിഡ്ഢിയായ ഒരു അപ്പനും അമ്മയും. ചെയ്യരുതെന്ന് മാത്രമേ അറിയാവൂ. അല്ലാതെ ഉപദേശം കൊടുക്കാൻ ശീലിക്കാത്ത മാതാപിതാക്കൾ, പ്രിയമുള്ള, വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക മാതാപിതാക്കളെ. നിങ്ങൾക്ക് ഉപദേശം നിങ്ങളുടെ മകന് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും സോഴ്സ് വേണ്ടേ? നിങ്ങൾക്ക് കൊടുക്കാനുള്ള സ്റ്റഫ് വേണ്ടേ ഉപദേശം കൊടുക്കാൻ? ഒരാൾ ഒരു അബദ്ധത്തിൽ ചെന്ന് വീഴുന്നു, ഒരു മകൻ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ശരിയായ ഉപദേശം, പഥ്യോപദേശം കൊടുക്കാൻ അറിവില്ല എങ്കിൽ ആ മകൻ നിങ്ങൾ അംഗീകരിക്കില്ല, ആ മകൾ നിങ്ങൾ അംഗീകരിക്കില്ല. വിവരമില്ലാത്ത അപ്പൻ, വിവരമില്ലാത്ത അമ്മ. നമ്മൾ പറയും ഞാൻ 10ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല. അതിലൊന്നും കാര്യമൊന്നുമില്ല. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. വേദപുസ്തക അടിസ്ഥാനത്തിൽ പഥ്യോപദേശം കൊടുക്കാൻ ഒരു പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ അതിനാണ് വചനം കേൾക്കണം. ചില മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. വചനത്തിൽ ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടു, അതിങ്ങനെയാണ് കാര്യങ്ങൾ, മക്കളെ നീ ഇത് ശ്രദ്ധിക്കണം. അതാണ് ഉപദേശം. അങ്ങനെ വരണം. ഞാൻ പഠിച്ചു ഞാൻ ഇത്ര നാൾ ചെയ്ത തെറ്റായിരുന്നടാ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് തെറ്റായിരുന്നു, ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറിയത് തെറ്റായിരുന്നു. അപ്പൻ പറയണം, തെറ്റ് സമ്മതിക്കണം ആദ്യം. ഞാൻ നിന്നോട് പെരുമാറിയത് തെറ്റായിരുന്നു മകനെ, അങ്ങനെ നമ്മൾ പാടില്ല, നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല, എനിക്ക് മനസ്സിലായി, നമുക്ക് വേണ്ട, ഇനി അങ്ങനൊന്നും വേണ്ട കേട്ടോ, നീയും വഴക്കുണ്ടാക്കണം ഞാനും വഴക്കുണ്ടാക്കണം. ഉപദേശം, പദ്യോപദേശം വീട്ടിനകത്ത് വരുത്തുന്നത് ഒരു പുരോഹിതനാണ്. ആ പൗരോഹിത ശുശ്രൂഷ ചെയ്യണമെന്ന് അപ്പനും അമ്മയും. അപ്പോൾ വീട് സുന്ദരമാവും. ആ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൽ ഇതുങ്ങൾ വരണം. ചില ഉപദേശം കേട്ടെന്ന് വരത്തില്ല. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലായി, ആദ്യം നിങ്ങളിലേക്കാണ് ഉപദേശം. നിങ്ങളാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്, നിങ്ങളാണ് അറിവിലെത്തേണ്ടത്, നിങ്ങൾ വേദപുസ്തക ജ്ഞാനം എങ്കിൽ മാത്രമേ ഉപദേശിക്കാവൂ, ഇല്ലെങ്കിൽ അബദ്ധമായി പോകും. മാതാപിതാക്കൾക്ക് സ്വയം ഒരു ധാരണയുണ്ട്, എനിക്ക് ഉപദേശിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന്. പല മാതാപിതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. ആ റൈറ്റിനെ പറ്റി ഞാൻ എപ്പോഴൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പല മാതാപിതാക്കൾക്കും റൈറ്റ് ഇല്ല. ദൈവത്തിൻ്റെ സന്നിധി എടുത്തു കളഞ്ഞിരിക്കുന്നു. അവർക്ക് ഉപദേശിച്ചാലും ഉപദേശം ഫലമാവില്ല. കാരണം അവരുടെ കയ്യിൽ സ്റ്റാഫില്ല, ഉപദേശിക്കാനുള്ള സാമർഥ്യമില്ല. കാരണം ചെയ്യണം വിഡ്ഢിത്തങ്ങളാണ്, പൊട്ടത്തരങ്ങളാണ്, പിശാചിൻ്റെ അടിമത്വത്തിലാണ്. അവരെങ്ങനെ നല്ല സ്റ്റഫ് കൊടുക്കാൻ പറ്റും ജനത്തിന്? മക്കൾക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ പറ്റും? വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ജ്ഞാനമില്ലാത്തവരൊക്കെ പുരോഹിതനാവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കയറേണ്ട ഇവിടെ പൗരോഹിത്യത്തിൽ കയറണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണം. നിങ്ങൾ വേദപുസ്തകം പഠിക്കണം, നല്ല അറിവുള്ളവരായി മാറണം. അതിന് പ്രസംഗങ്ങൾ കേൾക്കണം, സമയമെടുത്തിരുന്ന് പഠിച്ച് അറിവ് നേടണം. ആ അറിവാണ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെങ്കിലും ഉണ്ട്, നല്ല എളുപ്പമാണ് നിങ്ങൾക്ക്. ചെറുതിലേ അവരിത് പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും.
പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം, നിങ്ങളുടെ സമൂഹത്തിൽ ചെയ്യേണ്ടതാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതാണ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യണം. അവർക്ക് വേണ്ടി പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അതെല്ലാം പൗരോഹിതന്മാരുടെ ശുശ്രൂഷ. നിങ്ങൾ പൗരോഹിത്യത്തെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ നമ്മളിനി അടുത്തടുത്ത് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇതെല്ലാം വിശദമായിട്ട് പഠിച്ചു വരും. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, നിങ്ങൾ രാജാക്കന്മാരുടെ പദവിയിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി ധൈര്യം കാണിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. 3 പൗരോഹിത്യമാണ്, അതിന് വിശുദ്ധീകരണം, പ്രാർത്ഥന, ഉപദേശം നിർബന്ധമായിരിക്കണം. അപ്പോൾ ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മൾ ഈ 2025 വർഷം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രസംഗിച്ചു 2025 വർഷത്തിൽ ആദ്യത്തെ മെസ്സേജ് നമ്മൾ തന്നു. പലരും ഇതിനങ്ങ് കളയും. ഇന്ന് കേട്ടു, ഓക്കെ, അതങ്ങ് കളഞ്ഞു. ഇനി നാളെ വേറെ ഒന്ന് കേട്ടു, അതിനെയും കളഞ്ഞു. മറ്റൊന്ന് വേറെ കേട്ട് അതിനെയും കളഞ്ഞു. ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോകുന്നവർക്ക് കളഞ്ഞ് പോകും പോലെ ദൈവം കളഞ്ഞ് കിട്ടേക്കും. ഇതൊക്കെ എന്താ പറയുക, ഒരു ഉത്തരവാദിത്ത ബോധമാണ്. ഒരു ഉത്തരവാദിത്തമൊക്കെ വേണം മനുഷ്യനായ. ഇച്ചിരി വിവരമൊക്കെ വേണം. ഒരു സാധനം കയ്യിൽ കിട്ടി അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ പഠിക്കണം. ചുമ്മാ അങ്ങ് കളയുക, എടുത്ത് തോന്നും പോലും കിട്ടേക്കുക. ഇതൊക്കെ കേട്ടത് തന്നെ എന്ന് കളയുക. അങ്ങനെ ഉടനെ ദൈവം അനുഗ്രഹിക്കാൻ വരും. നിങ്ങളൊരു എന്താ പറയുക, നല്ല ഉത്തരവാദിത്വമുള്ള പക്വതയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ഈ കേട്ട വചനങ്ങൾ എഴുതിയിട്ട് സൂക്ഷിച്ചിട്ട് ഡെയിലി കൂടെ എടുത്തിങ്ങനെ മറച്ച് നോക്കണം. അതിന് സ്ഥിരം ഡയറി ഉണ്ടാവണം നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫ് ഡെയിലി വചനങ്ങൾ എഴുതുന്ന ഞാനൊക്കെ ഇങ്ങനെ മറച്ചു നോക്കും. കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും ബാക്കിലോട്ട് മറിക്കും. കർത്താവ് തന്ന വചനങ്ങളിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് മറിച്ചു നോക്കും. വീണ്ടും അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോഴും വീണ്ടും ഓർമ്മ, അയ്യോ അന്നങ്ങനെ പറഞ്ഞിരുന്നല്ലോ, വീണ്ടും അത് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമുള്ള ലൈഫായിരിക്കണം. മനസ്സിലായോ? ഒരു ഉത്തരവാദിത്വമില്ലാത്ത ചാളകുള്ള ലൈഫാവരുത്. അപ്പോൾ എഴുതിയിട്ട് സാധനം വീണ്ടും ആവർത്തിക്കണം, വീണ്ടും അത് പ്രാർത്ഥിക്കണം. അതിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കണം. ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ ധൈര്യശാലികളായിട്ട് മുമ്പിലേക്ക് പോകണം. ദൈവം നിങ്ങളുടെ വചനത്തിലൂടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആരാധന നമ്മൾ 3-ാമത്തെ ആഴ്ച 19-ാം തീയതി വൈകുന്നേരം 6:30 തന്നെയാണ്. കഴിയുന്നത്തെ ആരാധന നിങ്ങൾ മുടക്കരുത്. കാരണം അങ്ങനെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറും. കാരണം ചിലരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, പതുക്കെ മൂവ് ചെയ്യും. ചിലർക്കൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. ആ രീതിയിൽ ബന്ധിക്കപ്പെട്ട ആൾക്കാരൊക്കെ കാണും. അവർക്ക് ആരാധനയിൽ വിടുതൽ നടക്കും. പിശാചിനെ ബന്ധിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോഴും ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ടാവാം. ചിലർക്ക് ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. കാരണം ബന്ധനമാണ് അവർക്ക്, അതുകൊണ്ടാണ് പറ്റാത്തത്. ആ ബന്ധനം പൊട്ടണമെങ്കിൽ അതിന് ഈ ആരാധനയ്ക്കകത്തിരിക്കണം, എങ്കിലേ പൊട്ടത്തുള്ളൂ. ചില ആൾക്കാർ ആരാധനയ്ക്ക് വരാതെ കൊണ്ട് പിശാച് തടയും. കാരണം അവരിരിക്കുന്ന അശുദ്ധാത്മ അത്ര സ്ട്രോങ് ആണ്, അവരൊരിക്കലും വരാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ വരും, ഇവിടെ വരണതിന് ഇറിറ്റേഷൻ വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്രമാത്രം ബന്ധനം ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, എന്തുകൊണ്ട് നീ പോകാൻ പറ്റുന്നില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല. കാരണം ഇതാണ്, സ്വയം ബുദ്ധിയിലെടുക്കല്ലേ, അത് കാരണം അങ്ങനെ അത് തടയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധപൂർവ്വം എത്തണം. കർത്താവ് വരെ രക്ഷിക്കണമെന്ന് പറയണം. അപ്പോൾ ആ കെട്ട് പൊട്ടി നിങ്ങൾ മോചനം പ്രാപിക്കും. അപ്പോൾ അത് ഫ്രീ ആവും. എന്നിട്ടേ അനുഗ്രഹം വരുത്തുള്ളൂ. ഈ കെട്ടിൽ കിടന്ന് എങ്ങനെയിട്ട് അനുഗ്രഹം വരാനാണ്? അപ്പോൾ അതുകൊണ്ട് ആരാധന മുടക്കാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. വചനം കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുക. വാട്സപ്പ് മെസ്സേജ് നിർബന്ധമായിട്ട് നിങ്ങൾ കേട്ടിരിക്കണം, അത് ധ്യാനിച്ചിരിക്കണം, അത് പ്രാർത്ഥിച്ചിരിക്കണം. അത് ഉറപ്പാണ്. കാരണം അത് നിങ്ങൾക്ക് വലിയ വിടുതലായ അനുഗ്രഹമായി മാറും. അതുപോലെ തന്നെ നമ്മൾ യൂത്തിനുള്ള ബൈബിൾ സ്റ്റഡി നമ്മൾ ബുധനാഴ്ച, ഈ വരുന്ന ബുധനാഴ്ച 9 മണിക്ക് നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം എനിക്കൊരു 40 ഞാനൊരു 10-15 വരെയാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ എനിക്ക് പേഴ്സണലി അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് അവരെങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 40 പേരോളം അതിനകത്ത് ആയിക്കഴിഞ്ഞു. പലരും എനിക്ക് അറിഞ്ഞുകൂടാത്തവരാണ് അതിന് ജോയിൻ ചെയ്ത് വന്നത്. എന്തായിരുന്നാലും ദൈവഹിതമായിരിക്കാം നമ്മളങ്ങനെ മുമ്പിലേക്ക് പോകുന്നു. ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഞാൻ മെസ്സേജ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഈ സഭയുടെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഉള്ളവർ വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഈ ആദ്യം വന്നവർ പിന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല, എനിക്കറിയാം. കുറേ ഇങ്ങനെ കൊഴിഞ്ഞ് കേൾക്കാതെ പോകും. പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾ, ഇവിടെ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും വിട്ടിട്ട് പോകരുത്, അതിനകത്ത് നിൽക്കുക, വചനം കേട്ട് നിൽക്കുക. എന്നിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ചില മാസങ്ങൾ കഴിയുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ നേരിട്ട് ആരാധനയ്ക്കകത്ത് വരും. നേരിട്ടുള്ള സെക്ഷൻസ് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന യൂത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒത്തിരി വിഷയങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്കകത്താണ്. അതെല്ലാം ഡിസ്കഷൻ നടത്തേണ്ടി വരുന്നു, അവരെ പഠിപ്പിക്കേണ്ടി വരുന്നു. ഇച്ചിരി പ്രയാസമുള്ളൊരു മിനിസ്ട്രിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാവരും അതിനകത്ത് വരാൻ താല്പര്യം കാണിക്കാതെ ചില മാതാപിതാക്കൾ അങ്ങനെ സങ്കടം പറയും, എൻ്റെ കുഞ്ഞ് വരത്തില്ല, പറഞ്ഞാലും കേൾക്കത്തില്ല. വിഷമിക്കുകയേ വേണ്ട, നിർബന്ധിക്കുകയും വേണ്ട. പറയാം, പക്ഷെ നിർബന്ധിക്കരുത്.
ദൈവം അവരെ തൊടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ, കർത്താവ് അവരെ തൊട്ടോളും, ഉറപ്പാണ്. അപ്പോൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കൂ. വരുന്ന ബുധനാഴ്ച നമ്മൾ ആരംഭിക്കുകയാണ്, തടസ്സം കൂടാതെ. കഴിയുന്നതും എല്ലാ ബുധനാഴ്ച എന്നാണ് എൻ്റെ ആഗ്രഹം, അറിയത്തില്ല, ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ. ഈ വരുന്നതിൻ്റെ അടുത്ത ആഴ്ച 16, 17, 18 തീയതികൾ പൊടുവൽ പ്രയർ ഹാൾ, അത് ചാണിയിലുള്ളതാണ്, ഒരു പ്രയർ ഹാളുമായി അവിടെ ഉള്ളവരുടെ ഇരിപ്പുണ്ട്. അവിടെ കൺവെൻഷൻ പ്രസംഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കുക. 16, 17, 18 തീയതികൾ പലരും പ്രാർത്ഥനയിൽ ഓർക്കുന്നത് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ കൺവെൻഷനെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക നന്ദി. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിങ്ങൾ അത് ശുശ്രൂഷയാണ്, നിങ്ങൾക്ക് അതിന് അനുഗ്രഹം ദൈവം തരും. അതുകൊണ്ട് കൺവെൻഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നൽകിയിരിക്കും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക്